മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡോണ. ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു. യോഗ്യതയില്ലാതിരുന്നിട്ടും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഡിഗ്രി ബിടെക്കാണ്, PG MBA ആണ്. ഞാൻ പാലായിലുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ 2016 PhDയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ PhD എൻട്രൻസ് എഴുതി അത് ക്ലിയറായി. ഒപ്പം തന്നെ നെറ്റും പാസ്സായി. അപ്പോൾ ഇതെല്ലാം എൻ്റെ മെറിറ്റായിട്ട് ഞാൻ കണക്കാക്കി. എനിക്ക് അത്യാവശ്യം ലിറ്റററി സ്കിൽസ് ഉണ്ടെന്നൊക്കെ എൻ്റെ ഉള്ളിൽ ചിന്ത പോവുകയാണ്. അപ്പം മെറിറ്റെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അഹങ്കാരം എന്ന് പറയാനാണ് ഇപ്പോൾ എനിക്കിഷ്ടം. അങ്ങനെ എനിക്ക് കോളേജിൽ നിന്ന് എനിക്ക് 4 വർഷത്തെ ലീവ് അനുവദിച്ചു PhD ചെയ്യാനായിട്ട്. അപ്പോൾ PhDക്ക് ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ 8 പേരാണ് ആ ബാച്ചിലുണ്ടായിരുന്നത്. അങ്ങനെ PhD ചെയ്തവർക്ക് സോഷ്യൽ സയൻസിലെ PhDയുടെ സ്റ്റേജസ് എന്ന് പറയുന്നത് കോഴ്സ് വർക്ക്, ലിറ്ററേച്ചർ റിവ്യൂ, ക്വസ്റ്റ്യനെയർ ഡെവലപ്മെൻറ്റ്, പൈലറ്റ് സ്റ്റഡി, ഡേറ്റ കളക്ഷൻ, തീസിസ് റൈറ്റിങ്, അങ്ങനെ അനാലിസിസ്, തീസിസ് റൈറ്റിങ്, ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ സ്റ്റേജസ്. അപ്പോൾ ഞങ്ങൾ 8 പേര് ഒന്നിച്ച് തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും കോഴ്സ് വർക്ക് കഴിഞ്ഞു, ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞു, അടുത്ത് ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്തു, പൈലറ്റ് സ്റ്റഡിയിലേക്ക് പോയി, ഡേറ്റ കളക്ഷനിലേക്ക് വരെ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എത്തിയപ്പോഴും എനിക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പല തടസ്സങ്ങൾ. ഞാനപ്പോഴും എല്ലാവരും ഫൈനൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലിറ്ററേച്ചർ റിവ്യൂ സ്റ്റേജിൽ നിൽക്കുവാണ്. അപ്പോൾ എനിക്കാകെ ബുദ്ധിമുട്ടായി. എൻ്റെ റിസർച്ച് ലാഗിങ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒരു കസിൻ എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നു. അത് 2019 ഓഗസ്റ്റിലാണ്. ഇവിടെ വന്ന് എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ തിരിച്ചു പോയി പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ IIM-ലെ ഒരു സാറിൻ്റെ അടുത്ത് ഈ PhDയുടെ പ്രശ്നം എന്താണെന്ന് നോക്കാനായിട്ട് ചെല്ലിയ സാർ എനിക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തൊരു മോഡൽ സെറ്റ് ചെയ്യുകയും ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ കോവിഡിന് പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ കോവിഡായിട്ട് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടിയെ തന്നെ മറന്നു. ഉടമ്പടി ഞാൻ ആത്മീയ അവസ്ഥയിലാണോ ഇവിടെ വന്നത്, അതിലും വളരെ മോശമായ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്തു. ഉടമ്പടിയെല്ലാം മറന്ന് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. ആ കോവിഡിൻ്റെ ടൈമിൽ മുഴുവൻ എനിക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് ബാങ്കുകളിൽ നിന്നായിരുന്നു, ബാങ്ക് മാനേജേഴ്സിൽ നിന്നാണ്. അങ്ങനെ കോവിഡ് ടൈം മുഴുവൻ ഞാൻ ബാങ്കുകൾ തോറും കയറി ആ പുതിയതായിട്ട് സെറ്റ് ചെയ്ത മോഡലും ക്വസ്റ്റ്യനെയറും ഒക്കെ വെച്ച് ഡേറ്റയെല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറഞ്ഞു, ഇത് PhDക്ക് ഇങ്ങനെ ഒരു മോഡൽ അത്ര സ്യൂട്ടബിൾ അല്ല, ഇത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവരെല്ലാം അത് തന്നെ സമർത്ഥിച്ചു. ഞാൻ ആകെ തകർന്നു പോയി. ഓൾറെഡി റിസർച്ച് ലാഗിങ് ആയിരുന്നു. ആ കൂടെ ചെയ്തത് അത്രയും തെറ്റ്. കാണുന്നവർ പറയുന്നു ടൈറ്റിലും ഒബ്ജക്റ്റീവ്സും മോഡലും ഒന്നും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പോഴാണ് ഞാൻ ഇതെല്ലാം തിരിച്ചറിയുന്നത്. ഞാൻ ആകെ തകർന്നു. ആ സമയത്ത് വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്കിലും ഉടമ്പടിയുടെ ഒരു രീതിയിലായിരുന്നില്ല. അപ്പോൾ എന്നെ കോളേജിൽ നിന്നും പ്രിൻസിപ്പൽ സാർ എന്നെ വിളിക്കുവാണ്. എങ്ങനെയാണ് നവംബറിൽ, അതായത് 2020 നവംബറിൽ അടുത്ത സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്, ഡോണ റീജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓൾറെഡി ആകെ തകർന്ന് നിൽക്കുവാണ്. PhD തീരാതെ എങ്ങനെ തിരിച്ച് കോളേജിൽ കയറുമെന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് സാർ അങ്ങനെ വിളിച്ചു ചോദിക്കുക. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, PhD എന്താണെങ്കിലും തീരത്തില്ല, റീജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ സാറ് സന്തോഷത്തോടെ എന്നെ കോളേജിലേക്ക് വിളിച്ച് ഞാൻ തിരിച്ചു ചെന്നു. അത് അമ്മയുടെ ഇടപെടലാണെന്ന് അന്ന് ഞാൻ ചിന്തിച്ചു പോലും ഇല്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ ഉടമ്പടി മറന്നെങ്കിലും അമ്മ മറന്നിട്ടില്ലായിരുന്നു. ഞാൻ അവിശ്വസ്തത കാണിച്ചെങ്കിലും എൻ്റെ ദൈവം എന്നോട് അവിശ്വസ്തത കാണിച്ചില്ല. അങ്ങനെ ഞാൻ തിരിച്ച് കോളേജിൽ റീജോയിൻ ചെയ്തു. 1 വർഷത്തോളം PhDക്ക് യാതൊരു അനക്കവും ഇല്ല. പക്ഷേ കോളേജിൽ ജോയിൻ ചെയ്തതുകൊണ്ട് പഴയതുപോലെ ഞാൻ സന്തോഷത്തോടെ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു. വീണ്ടും 2021 ഡിസംബർ 7-ാം തീയതി ഞാൻ ആ സമയപ്പോഴേക്ക് അവിടെ ഉടമ്പടി എടുത്തൊരു മിസ് ഉണ്ടായിരുന്നു. മിസ് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ആ ബോധമൊക്കെ വന്നു തുടങ്ങി. 2021 ഡിസംബറിൽ 7-ാം തീയതി ഫോണിൽ ലൈവായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു. അന്ന് മുതൽ എനിക്ക് യാതൊരു ഭൗതികമായിട്ടുള്ള ഒരനുഗ്രഹവും ലഭിച്ചില്ലെങ്കിലും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമെങ്കിലും വീണ്ടും ഉടമ്പടി എടുക്കണം, വളരണം എന്നുള്ള ആഗ്രഹം എന്നിലുണ്ടായി.
ഒരുപാട് വീണ്ടും ഏകദേശം 5 മാസത്തോളം കാത്തിരുന്ന മാതാവ് എന്നെ ഒരുക്കി 2022 മെയ് മാസത്തിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി 1 തുടങ്ങി. ആ സുഗന്ധാഭിഷേകം ലഭിച്ച ഡിസംബർ മുതൽ എൻ്റെ റിസർച്ചിൽ ഞാൻ അറിയാതെ അനക്കങ്ങൾ വെച്ചു. വായുവിൽ നിന്ന് വന്നതുപോലെ എൻ്റെ ടൈറ്റിലുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എനിക്ക് റെഡിയായി. ആ ക്വസ്റ്റ്യനെയർ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടി റെഡിയാക്കിയതെന്ന് വിചാരിച്ച ക്വസ്റ്റ്യനെയർ മാതാവ് തന്ന എൻ്റെ റിസർച്ചിന് വേണ്ടിയുള്ള ഒറിജിനൽ ക്വസ്റ്റ്യനെയർ ആയിരുന്നു. അതിനിടയിൽ നടന്ന പ്രോഗ്രസ് പ്രസൻറ്റേഷനിൽ ഞാൻ ആ ക്വസ്റ്റ്യനെയർ കാണിച്ചു. ശരിയോ തെറ്റോ എന്നൊന്നും അറിയാതെയാണ് ഞാൻ അന്ന് കാണിച്ചത്. പിന്നീട് ഗൈഡിനെ പോയി കണ്ടു. ഇനി എത്രയും വേഗം പ്രൊസീഡ് ചെയ്യണം. ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അടുത്ത പ്രോഗ്രസ് പ്രസൻറ്റേഷൻ വരാനുണ്ട്. അതിനുള്ളിൽ പൈലറ്റ് സ്റ്റഡി തീർന്നതായിട്ട് കാണിക്കണം. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചെന്ന് പെട്ടെന്ന് പൈലറ്റ് സ്റ്റഡി തീർക്കുക, അടുത്ത പ്രോഗ്രസ്സിൽ പൈലറ്റ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ പ്രോഗ്രസ് കാണിക്കാനായിട്ട് ഏകദേശം 2-3 ആഴ്ചയെ സമയമുള്ളൂ. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്നു. ആദ്യം എന്നെ അനുവദിച്ചില്ല. അപ്പോൾ ഒരു ബ്രദർ പെട്ടെന്ന് വന്നു, റിസർച്ച് പീരീഡ് തീരാറായതല്ലേ, കാണിക്കുമെന്ന്, അച്ഛനെ കാണാൻ പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് പെർമിഷൻ കിട്ടി. അച്ഛനെ ഞാൻ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ തന്നെയല്ല റിസർച്ച് ചെയ്യുന്നത്, ഒരുപാട് ആളുകളെ ദൈവം നിനക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ആ ഒരു വാക്കിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോയി. ഗൈഡിനെ ക്വസ്റ്റ്യനെയർ കാണിച്ചു. ഗൈഡ് പ്രൊസീഡ് പറഞ്ഞു. മുൻപൊരു തെറ്റ് വന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസും ഇല്ല, എന്ത് ചെയ്താലും തെറ്റാണെന്നാണ് എൻ്റെ ധാരണ. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീനിനെയും കൊണ്ടുപോയി ക്വസ്റ്റ്യനെയർ കാണിച്ചു. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കോട്ടെ, സാറ് മറിച്ച് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഇനി പൈലറ്റ് സ്റ്റഡി തീർക്കാൻ 2 ആഴ്ചയെ 3 ആഴ്ചത്തോളമേ സമയമുള്ളൂ. അതിനിടയിൽ 100ഓളം ബാങ്ക് മാനേജേഴ്സിൽ നിന്നും റെസ്പോൺസ് കിട്ടണം. ഞാൻ യൂണിവേഴ്സിറ്റി താഴെയുള്ള ഒരു ബെഞ്ചിൽ വന്ന് തല കുമ്പിട്ടിരുന്ന മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ മുമ്പിൽ 2 ആഴ്ചയെ സമയമുള്ളൂ, അതിനുള്ളിൽ ഞാൻ ഈ 100 പേരിൽ നിന്ന് എങ്ങനെ റെസ്പോൺസ് കളക്ട് ചെയ്യാനാണ്? എൻ്റെ കഴിവുകൊണ്ടൊന്നും നടക്കില്ല, അമ്മ തന്നെ ഇടപെടണം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ള ഒരു സാറിൻ്റെ മുഖം ഓർമ്മ വന്നു. സാറിൻ്റെ മോള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മുഖം കാണുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കിയാലോ റെസ്പോൺസ് കിട്ടുമെന്ന്. ഓൾറെഡി കുറേ ബാങ്ക് മാനേജേഴ്സിനെ കണ്ടതായതുകൊണ്ട് വീണ്ടും ഇവരുടെ എല്ലാം മുന്നിലൂടെ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നുള്ള തോന്നലും. പക്ഷേ ഇവരുടെ അടുത്ത് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് പിറ്റേ ദിവസം ഹസ്ബൻഡും ഞാനും കൂടെ ഈ സാറിൻ്റെ അടുത്ത് പോയി കണ്ടു. മോളെ കാണാൻ പറ്റിയില്ല. പക്ഷേ സാർ അവിടുന്ന് ഒരു 3-4 പേരെ അടുത്തുള്ളവരെ റെഫർ ചെയ്തു. അവരൊക്കെ പരിചയക്കാരാണ്, പക്ഷേ ബാങ്കിലാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഈ ആളുകളുടെ എല്ലാം വീടുകളിൽ കൂടെ പോയി അവർക്കറിയാവുന്ന വേറെ കുറേ ആളുകളെ റെഫർ ചെയ്ത് തന്നു. അവർ തന്നെ അവർക്കറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ 100ന് മുകളിൽ റെസ്പോൺസ് കിട്ടി. അതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള 87 റെസ്പോൺസ് വെച്ച് അനാലിസിസ് നടത്തി പൈലറ്റ് സ്റ്റഡി കംപ്ലീറ്റഡ് എന്നുള്ള പ്രോഗ്രസ് പ്രസൻറ്റേഷൻ കഴിഞ്ഞു. ആ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയറിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. മാതാവിൻ്റെ ക്വസ്റ്റ്യനെയർ ആണല്ലോ, അന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ആ ക്വസ്റ്റ്യനെയർ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള റിസൾട്ടായിരുന്നു. വീണ്ടും പൈലറ്റ് സ്റ്റഡി കഴിഞ്ഞ് ഫൈനൽ ഡേറ്റ കളക്ഷനിലേക്ക് പോയി. 100-600 പേരിൽ നിന്ന് റെസ്പോൺസ് വേണം. ആയിരക്കണക്കിന് ആളുകളാണ് എന്നെ സഹായിച്ചത്. ഇതെല്ലാം മാതാവ് സജ്ജീകരിച്ചതാണ്. ഞാൻ ഈ ബാങ്കുകളിൽ കൂടെ പോകുമ്പോൾ ചില ബാങ്ക് മാനേജേഴ്സ് പറയും ഡേറ്റ തരാൻ പറ്റില്ല, അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഡ്രസ്സിൽ കാശുരൂപം പിൻ ചെയ്ത് വെക്കാറുണ്ട്. ആ കാശുരൂപത്തിൽ തൊട്ടുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലും. തരില്ല എന്ന് പറഞ്ഞ മാനേജർ തരുകയും ചെയ്യും. വേറെ ഒരു 3-4 പേരെയും കൂടെ റെഫർ ചെയ്തും തരും. ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാനൊരു റീജിയണൽ ഓഫീസിലൊരു മാനേജറെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞ ക്വസ്റ്റ്യനെയർ ഇവിടെ വെച്ചാൽ മതി, ഞാൻ കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് വെറുതെ പറയുന്നതായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴും വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, പിന്നീട് ഞാൻ ഡേറ്റ കളക്ഷന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന വഴി ഈ ബാങ്ക് മാനേജർ ഈ ക്വസ്റ്റ്യനേഴ്സും പിടിച്ച് ബാങ്കുകളിൽ കൂടി നടന്ന് എനിക്ക് വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ഇത് ഒരിടത്തും സംഭവിക്കുന്ന കാര്യമല്ല. ഇത് അമ്മ എനിക്ക് വേണ്ടി ആ മാനേജറിനെ നിയോഗിച്ചതാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ഡേറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റേജ് അനാലിസിസ് ആണ്. അവിടെയും എനിക്കൊന്നും അറിയില്ല. ആ കോവിഡിൻ്റെ സമയത്ത് ഉടമ്പടി മുടങ്ങിക്കിടന്ന സമയത്ത് 50,000 രൂപ മുടക്കി ഞാനൊരു അനാലിസിസിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. SPSS-ലാണ് സാധാരണ അനാലിസിസ് നടത്താറ്. ആ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് 1 രൂപയുടെ പോലും പ്രയോജനം അതിൽ നിന്നുണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ, എന്നെ പഠിപ്പിക്കാനും ആളില്ല, പറഞ്ഞു തരാനും ആളില്ല. ഞാനത് പറഞ്ഞു നിർത്തുകയും ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുവാണ്, പഠിപ്പിക്കാനും ആളില്ല, പറഞ്ഞു തരാനും ആളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു എന്ന്. ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് സ്മാർട്ട് PLS4 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് ഒരു ലിങ്ക് വന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഫീസ് വളരെ കുറവാണ്, 1000 റുപ്പീസേ ഉള്ളൂ. 1 മന്ത് ട്രെയിനിങ്ങുമാണ്. എന്നാൽ അറ്റൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്തു. അത് അമ്മ എനിക്ക് വേണ്ടി തന്നതായിരുന്നു. എൻ്റെ റിസർച്ച് മോഡലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്മാർട്ട് PLS4 എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു. അതിന് സാധിക്കുള്ളൂ.
അത് അറ്റൻഡ് ചെയ്തു. ആ വർക്ക്ഷോപ്പ് എടുത്ത ട്രെയിനിങ് തന്നയാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അതിലാണ് എൻ്റെ അനാലിസിസ് നടന്നത്. ഇതിലും ഏറ്റവും വിസ്മയകരമായ കാര്യം, ഞാൻ ചെയ്ത MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ സ്മാർട്ട് PLS 4 സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് തീസിസ് ഇതാണ്. പ്രഭാഷകൻ 33/16-17. അവസാനമാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മുൻപന്തിയിലെത്തി. അങ്ങനെ ഇന്ന് പലരും റെഫർ ചെയ്യാനായിട്ട് ഈ തീസിസ് ഉപയോഗിക്കാൻ തുടങ്ങി. അമ്മയുടെ തീസിസാണ്. അങ്ങനെ ഡേറ്റ അനാലിസിസും കഴിഞ്ഞു. തീസിസ് ഓൾമോസ്റ്റ് റൈറ്റിംഗ് കംപ്ലീറ്റ് ആയി. പ്രീ സബ്മിഷൻ നടക്കണമെങ്കിൽ UGC കേരള ഒരു പബ്ലിക്കേഷൻ ഉണ്ടാവണം. ആ പബ്ലിക്കേഷൻ എനിക്ക് കിട്ടിയത് അന്ന് 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗമാണ്. എനിക്ക് UGC കേരള ഒരു പബ്ലിക്കേഷൻ വേണമെന്നുള്ളത്. അത് അന്ന് തന്നെ ഉടനെ തന്നെ നിറവേറി കിട്ടിയിരുന്നു. ആ പബ്ലിക്കേഷൻ വെച്ചാണ് ഞാൻ പ്രീ സബ്മിഷനുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രീ സബ്മിഷൻ, സാധാരണഗതിയിൽ പ്രീ സബ്മിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷമകരമായ അവസ്ഥയിലൂടെയാണ് സാധാരണ കടന്നു പോവുക. എൻ്റേത് വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും കടന്നുപോയി. മറ്റുള്ളവരുടെ എൻ്റെ കൂടെ ചെയ്തിരുന്ന ചിലരുടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോണയുടെ മാത്രം എന്നാ ഇത്ര സൗമ്യമായിട്ട് അങ്ങ് കടന്നു പോയത്? ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. ഞങ്ങളും പ്രാർത്ഥനയും നേർച്ചയും നടത്തിയിട്ടാണല്ലോ. ഞാൻ ഈ പ്രീ സബ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് കൃപാസനത്തിലെ ഉപ്പ് ഹോളിൽ വെതറിയിരുന്നു, തൈലം നാവിലും പുരട്ടിയിരുന്നു, ഉപ്പ് ഞാൻ കഴിച്ചിരുന്നു. എല്ലാവരെയും സമർപ്പിച്ച് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാരണത്തിലാണ് ആ പ്രീ സബ്മിഷൻ അന്ന് അവിടെ നടന്നത്. അങ്ങനെ പ്രീ സബ്മിഷൻ കംപ്ലീറ്റ് ആയി. ടൈറ്റിൽ ചേഞ്ചിൻ്റെ ഒരു സ്റ്റേജ് വന്നു. ടൈറ്റിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. പക്ഷേ ടൈറ്റിൽ ചേഞ്ച് വേണ്ട എന്നൊരു അഭിപ്രായം വന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പ് തൂളി പ്രാർത്ഥിച്ചു. വേണ്ട എന്ന് പറഞ്ഞവർ തന്നെ ടൈറ്റിൽ ചേഞ്ചിനുള്ള യൂണിവേഴ്സിറ്റി ഓർഡർ ഏതാണെന്ന് കാണിക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ തന്നെ ടൈറ്റിൽ ചേഞ്ചിനുള്ള സാങ്ഷൻ അവിടെ കിട്ടി. അങ്ങനെ അതുമായി ദെൻ തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി ഒരു എക്സ്റ്റൻഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2024 ഫെബ്രുവരി 28 തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ എന്താണേലും തീരില്ല. അപ്പോൾ ഒന്നുകൂടി എക്സ്റ്റൻഷൻ എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റണമെന്നാണ് അതിന് മുന്നത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചത്. പക്ഷേ ആ സമയത്ത് ഞാനൊരു സാക്ഷ്യം കണ്ടു. 4 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം അരമണിക്കൂർ കൊണ്ട് എഴുതി തീർന്ന് പാസ്സായിന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, 4 മാസം കൊണ്ട് എഴുതി തീരേണ്ട തീസിസ് എനിക്ക് 2 ആഴ്ച കൊണ്ട് അമ്മ എഴുതി തരണം എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തന്നെ കോളേജിൽ നിന്ന് ലീവ് കിട്ടി. ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്തായിരുന്നല്ലോ. എനിക്ക് കോളേജിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് ലീവ് കിട്ടി. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കുക, പോയിരുന്ന തീസിസ് എഴുതുക എന്ന് പറഞ്ഞാൽ അമ്മ ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്നു, ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് തീസിസിൻ്റെ 80% വർക്കും പൂർത്തിയായി. പിന്നെ ഒരു 1-2 ആഴ്ച കൂടിയുണ്ട്. ആ സമയത്ത് ഞാൻ കോളേജിൽ തിരിച്ച് വർക്കിന് പോയി. എന്നാൽ ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെയുള്ള 1.5 ആഴ്ച ഹോസ്റ്റലിൽ താമസിച്ചു. ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴെല്ലാം അമ്മ പറയുന്നുണ്ട്, നിന്നെ തീസിസ് എഴുതിക്കാനല്ല ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്, എൻ്റെ ദൗത്യത്തിൽ നിന്നെയും കൂടെ കൂട്ടാളിയാക്കുവാണ്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഹോസ്റ്റൽ മിഷൻ എന്ന് വരുവാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വാർഡൻ സിസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഇവിടുത്തെ കുട്ടികളോട് കൃപാസനത്തെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചോട്ടെ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മൊത്തത്തിൽ പറയാൻ അനുവദിച്ചാൽ അത് ശരിയാവില്ല, ചാപ്പലിൽ വരുന്ന കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ചാപ്പലിൽ വന്ന കുട്ടികളോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുകയും ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുകയും അവരോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ആ വന്ന കുട്ടികൾക്കെല്ലാം കൃപാസനം പത്രം കൊടുക്കുകയും ചെയ്തു. പല കുട്ടികളും എൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയെക്കുറിച്ച് ചോദിക്കുകയും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അവർ ഉടമ്പടി എടുക്കും എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ആ 1.5 ആഴ്ച അവിടെ നിന്നതിനുള്ളിൽ എൻ്റെ തീസിസിൻ്റെ എല്ലാ വർക്കും പൂർത്തിയായി. പ്ലേഗറിസം ചെക്കിംഗ് ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ കഴിഞ്ഞു. ഫെബ്രുവരി 28 ലാസ്റ്റ് ഡേറ്റ്. ഫെബ്രുവരി 27 രാവിലെ തീസിസ് പ്രിൻ്റ് എടുത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ പാടെ ഹസ്ബൻഡും ഞാനും കൂടെ മറിച്ച് പോലും നോക്കിയില്ല. ആ തീസിസ് എല്ലാമായിട്ട് ഇവിടെ വന്ന് ഈ അൾത്താരയിൽ വന്ന മാതാവിനെ തീസിസ് ആദ്യം തുറന്ന് കാണിച്ചു. മാതാവ് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ ആ തീസിസ് കാണുന്നത്. ആ തീസിസുമായിട്ട് ആ വഴിയിലൂടെയാണ് ഞാനിങ്ങ് കടന്നു വരുന്നത്. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ടോക്ക് മുകളിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പറഞ്ഞത് എന്താണെന്നോ അതിന് ശേഷം പറഞ്ഞത് എന്താണെന്നോ എനിക്ക് വ്യക്തമായില്ല. പക്ഷെ ഞാൻ കേൾക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അത്രയും ഞാൻ കേട്ടു. ഇന്നലെ വരെയും ആ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ തീസിസ് അങ്ങനെ ഒരു ദിവസം മുന്നേ സബ്മിറ്റ് ചെയ്തു. ഡേറ്റ് തീരുന്നതിനും ഒരു ദിവസം മുൻപ് തന്നെ തീസിസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിനിടയിലെല്ലാം ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ പല ഉടമ്പടിയുടെ എല്ലാ സാധ്യതകളിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും അതുകൊണ്ടും തീരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞു, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറക്ഷൻ പറയാറുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ തീസിസ് കറക്റ്റ് ചെയ്ത് വീണ്ടും ഇതുപോലെ ബൈൻഡ് ചെയ്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിനി കറക്ഷനൊന്നും താങ്ങാൻ പറ്റില്ല. അമ്മ എഴുതിയ തീസിസ്, അമ്മ എനിക്ക് ഒരു കറക്ഷനും ഇല്ലാതെ ഇത് അപ്രൂവ് ചെയ്ത് തരണം. അപ്പോൾ
ഞാനിതിനിടയ്ക്ക് ഒരു സ്വപ്നം കാണുവാണ്. മെയ് 15 എന്നൊരു ഡേറ്റ് ജോസഫ് അച്ഛൻ ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എൻ്റെ PhD ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിൽ 56 എന്നുള്ളൊരു നമ്പർ ജോസഫ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മെയ് 15 അപ്പോൾ അതിൻ്റെ ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റും എല്ലാം ആകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ആ മെയ് 15 രാത്രിയിൽ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നു, ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു എന്നും പറയും. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നം വല്ലതും ആണോ? പിറ്റേ ദിവസം 16 മക്കൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഓടി മഴവില്ല് കാണണമെങ്കിൽ വരാൻ പറഞ്ഞു. മഴവില്ല് കാണാനുള്ള കൊതി കൊണ്ടല്ല, എൻ്റെ അമ്മയുടെ മഴവില്ലാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു. മഴയുടെയോ മഴവില്ലുണ്ടാവേണ്ടതിൻ്റെ യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നിടത്ത് 3 നിറങ്ങൾ മാത്രമുള്ള ഒരു മഴവില്ല് ഞാൻ കണ്ടു. ആ 3 നിറങ്ങൾ ആ PhD ഇവാലുവേറ്റ് ചെയ്യുന്ന 3 പേരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു 2 പേരുടെ വാല്യുവേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ കണ്ട മെയ് 15 എന്ന് പറയുന്ന ഡേറ്റിൽ 2 പേരുടെ വാല്യുവേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരാളുടെ കൂടെ വരാനുണ്ട്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കറക്ഷൻ പറയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ വന്ന സമയത്ത് വണക്കത്തിന് നിയോഗം വെച്ചിരുന്നു. പിന്നെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു വണക്കത്തിന് നിയോഗം വെച്ച എല്ലാവരുടെയും ഫയൽ അമ്മ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിനിടെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. പ്രീ സബ്മിഷന് ശേഷം അക്കാഡമിക് ക്ലിയറൻസ് എന്ന് പറയുന്നൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ അവിടെയും എനിക്ക് തടസ്സം വന്നു. ആ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ഫയൽ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ അക്കാഡമിക് ക്ലിയറൻസിൻ്റെ ഫയൽ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ സൈലൻറ്റ് മോഡിലുമാണ്, ഡു നോട്ട് ഡിസ്റ്റർബിലുമാണ്, വൈബ്രേറ്റ് പോലും ചെയ്യില്ലാതെ കിടക്കുവാണ്. എൻ്റെ കാതിലൊരു സ്ത്രീ ശബ്ദം കേൾക്കുവാണ്, നീ ഫോൺ സൈലൻറ്റിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഞാൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഞാനത്ര കാര്യമാക്കിയില്ല. വീണ്ടും ഫോൺ എടുക്കുന്ന സൗണ്ട് കേട്ട്, സ്ത്രീ ശബ്ദമാണ് കേട്ടത്. ഫോൺ വൈബ്രേറ്റ് പോലും ചെയ്യുന്നില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കോൾ. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഫീസ് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു നിങ്ങളുടെ അക്കാഡമിക് ക്ലിയറൻസ് ആയി. അങ്ങനെ ഒരു കാര്യവും നടന്നിരുന്നു. അങ്ങനെ 3ാമത്തെ വാല്യുവേഷൻ റിപ്പോർട്ടും കൂടി വരാനുണ്ട്. അപ്പോൾ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയവരുടെ നിയോഗങ്ങളിൽ തടസ്സം നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. അത് ജൂൺ 14 ആ ധ്യാനം ഇവിടെ നടക്കുന്നത് ജൂൺ 14 അതൊരു ഞായറാഴ്ചയാണ്. എൻ്റെ വാല്യുവേഷൻ റിപ്പോർട്ടിൽ 3ാമത്തെ ഇവാലുവേറ്റർ സൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ജൂൺ 14 ജൂണല്ല ജൂലൈ ആണെന്ന്, ജൂലൈ 14. ഉടനെ തന്നെ എൻ്റെ ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റ് വന്നു. ഓഗസ്റ്റ് 7 ഓപ്പൺ ഡിഫൻസ് നടന്നു, വളരെ ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ PhD ഡിസ്കണ്ടിന്യൂ ചെയ്യാനിരുന്ന ഞാനാണ് അമ്മ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് എനിക്ക് ഇന്നലെ PhD അവാർഡിൻ്റെ മെയിലും ഫോണിൽ റിസീവ് ചെയ്തു. ഇതിന് അമ്മയുടെ കോടാനുകോടി നന്ദി പറയുന്നു. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇനി 2ാമതായിട്ടുള്ള ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. 2ാമതായിട്ടുള്ള സാക്ഷ്യം, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്, ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് റിനോവേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് പോയിട്ടും റിനോവേഷൻ നടക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ പലതവണ ഞങ്ങൾ ശ്രമിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും. അപ്പോൾ ചില എൻജിനീയേഴ്സ് വന്ന് നോക്കിയിട്ട് പറഞ്ഞ ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണം, ചിലർ പറയും 12 ലക്ഷം രൂപയെങ്കിലും വേണം. പൈസ ഉണ്ടാകുമ്പോൾ സാഹചര്യം ഒക്കില്ല, സാഹചര്യം ഉണ്ടാകുമ്പോൾ പൈസ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും വർഷങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ പറ്റാതെ നീണ്ടുപോയി. വീട്ടിൽ വരുന്നവരൊക്കെ അത് അങ്ങനെ ചെയ്താൽ നല്ലതാണല്ലോ, ഇങ്ങനെ ചെയ്താൽ നല്ലതാണല്ലോ എന്നൊക്കെ അഭിപ്രായവും പറയാൻ തുടങ്ങി. അത് മാതാവിനെ നിയോഗം വെച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ആ വീട് പുതിയ വീട് പോലെ റിനോവേറ്റ് ചെയ്ത് കിട്ടി, വെറും 2.5 ലക്ഷം രൂപയ്ക്ക്. അതിനെ തുടർന്നായിരുന്നു മക്കളുടെ ആദ്യ കുർബാന നടന്നത്. അത് കാനായിലെ കല്യാണ വിരുന്നിൽ എന്ന പോലെ അമ്മ നിന്ന് നടത്തി. ഞങ്ങളുടെ കഴിവുകൊണ്ട് അത്രയും ഭംഗിയായിട്ട് ഒരു ആദ്യ കുർബാന വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് അതും നടന്നു. 3ാമതായിട്ടുള്ള കാര്യം, എനിക്ക് എൻ്റെ സിസ്റ്റർ ഇൻ ലോയോടും മദർ ഇൻ ലോയോടും മനസ്സിൽ ചെറിയ വിഷമങ്ങളുണ്ടായിരുന്നു. കുമ്പസാരത്തിലൊക്കെ ഞാനത് പറയുമെങ്കിലും ഉള്ളുകൊണ്ട് ക്ഷമിക്കാൻ എനിക്കൊരിക്കലും പറ്റിയിരുന്നില്ല. അപ്പം ഞാനതൊരു പ്രാവശ്യം ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചു. അതിനുശേഷം ഒരു ദിവ്യകാരുണ്യ ആരാധനയിൽ വൈദികൻ ദിവ്യകാരുണ്യമായിട്ട് നടന്നു പോയപ്പോൾ ഞാൻ ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ മനസ്സിന് സൗഖ്യം തരണം, അവരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണം. ആണി അടിച്ചിരുന്നത് എന്തോ വലിച്ചു പറിച്ച് മാറ്റുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്ന പോലെ തോന്നി. ഇന്ന് എനിക്ക് അവരോട് ഒരു പരിഭവവും ഇല്ല, അവരെ സ്നേഹിക്കാൻ എനിക്കിന്ന് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്,
എൻ്റെ ഫാദർ ഇൻ ലോയുടെ 2 വിരൽ ഡയബറ്റിക്കാണ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നിരുന്ന ഉടമ്പടി ആരാധനയിൽ ഫാദർ ഇൻ ലോയുടെ അടുത്ത് ഈ ഫോൺ കൊണ്ടുവന്ന് വെച്ച് അമ്മ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ച് പിന്നത്തെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ പറയുവാണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്ന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, വിരൽ മുറിക്കാനായിട്ട് റെഡിയായി പോരേന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിങ്ങനെ പോകുന്ന വഴികളിലെല്ലാം കൃപാസനം പത്രം വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. കൃപാസനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇനി ഇൻ കേസ് കയ്യിൽ പത്രം ഇല്ല എങ്കിൽ അടുത്തിരിക്കുന്നവരോട് കാണുന്നവരോടൊക്കെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി രോഗികളെ കാണാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ്, അവരുടെ ഡയറ്റിനനുസരിച്ചൊക്കെ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ഫുഡ് ഞാനങ്ങനെ അധികം കൊടുത്തിട്ടില്ല. പക്ഷേ ടർക്കി ആയിട്ടോ നൈറ്റി ആയിട്ടോ ലുങ്കി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ്. സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഉദ്ധരിച്ചിരുന്നു. അതിങ്ങനെയാണ്: ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ ഞാൻ ചക്കു നിറച്ചു. 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. പ്രിയമുള്ളവരെ, ഡോണ ബാബു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്: എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലായിരിക്കുന്ന, ബുദ്ധിമുട്ടിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ഏതൊരു സഹോദരിക്കും സഹോദരനും ദൈവത്തിലും പരിശുദ്ധ അമ്മയിലും ശരണപ്പെടുവാനായിട്ടുള്ള വലിയൊരു ദൈവാശ്രയ ബോധം ഉളവാക്കുന്ന ഒരു സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ താൻ ഇനി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിൽ ഈ സഹോദരി എടുക്കുന്ന ദൈവികമായിട്ടുള്ള ആ ഒരു നിലപാട്, ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ബോധ്യം ഈ സഹോദരിയുടെ ജീവിതത്തിൽ ആകമാനം ചേഞ്ചസ് വരുത്തുവാനായിട്ട്, മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് കാരണമാകുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉടമ്പടി ജീവിതത്തിലൂടെ അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നു. ഉടമ്പടി സാക്ഷ്യത്തിൽ ഉടമ്പടിയുടേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റികളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരിട്ടില്ലാത്ത സാഹചര്യത്തിൽ ദൈവികമായിട്ടുള്ള കൃപ ലഭിക്കുന്നത്, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ തന്നോട് സംസാരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട്, അതുപോലെ തന്നെ പ്രശ്നങ്ങളെയൊക്കെ വളരെ ലഘുവായിട്ട് കാണുവാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകുന്നു. ഉടമ്പടിയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ ഒരു വ്യക്തിക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്, ആ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്ന തരത്തിലേക്ക് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതം ഈ സഹോദരി എത്തിച്ചു എന്ന് സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇവരുടെ കുടുംബത്തിനും ഇവരുടെ ഭാവി ജീവിതത്തിനും വേണ്ടി കൂടുതൽ തീക്ഷ്ണമായിട്ട് നമുക്ക് ഇവരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായി തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ തിരുമുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1,000 കോടി നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ലിറ്റി സണ്ണി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സണ്ണി ജോസഫ്. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന പ്രദേശത്ത് നിന്ന് വരികയാണ്. ഞാൻ 2023 ജനുവരി 1-ാം തീയതിയാണ് ഇവിടെ നിന്ന് കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തത്. അതിനുള്ള കാരണം, എനിക്ക് 2017 വരെ ഈ കൃപാസനം എന്താണെന്നോ ഇവിടെ എന്താണെന്നോ ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ ഈ ആലപ്പുഴയിൽ വന്നപ്പോൾ ഇത്രയും ഡെവലപ്പായിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. ആ റോട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഡ്രൈവർ ആ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ മാതാവിൻ്റെ ഒരു അത്ഭുതം നടക്കുന്ന കൃപാസനം എന്ന ഒരു ദേവാലയമാണെന്ന് പറഞ്ഞു. മാതാവെന്ന് കേട്ടപ്പോൾ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ ജപമാല എന്ന ഈ ആയുധം കയ്യിലെടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും മാതാവ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഓടിയിറങ്ങി. അപ്പോഴും ഇവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അവിടെ നിന്നപ്പോൾ ഇപ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരു മാതാവിനെ ഞാൻ കണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് തിരികെ പോയപ്പോൾ
തിരിച്ചിറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് ഡ്രൈവർ എന്നോട് പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ട മാതാവിനെ ലിറ്റി കണ്ടില്ലയോ എന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്കത് ഒരുപാട് സങ്കടമായെങ്കിലും ഞാൻ പിന്നെ തിരിച്ച് വന്ന് ആ മാതാവിനെ കാണാൻ മുതിർന്നില്ല. ഞങ്ങൾ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്ന് എൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ഒന്നുമില്ലാത്ത സമയങ്ങളിൽ വെറും 3-4 ലക്ഷം രൂപ കൊണ്ട് മാത്രം വീട് പണി തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ മണ്ണിൽ കാലുകുത്തി ആ നിമിഷം മുതൽ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു തുടങ്ങിയെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ ഞാൻ വൈകി. എങ്കിലും എൻ്റെ ജപമാലയുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീട് പണി പൂർത്തിയാക്കി. 32 ലക്ഷം രൂപയുടെ വീട് പണിതപ്പോൾ 20 ലക്ഷം രൂപയുടെ കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ജപമാലയുടെ ശക്തിയാണ് അതെന്ന് മനസ്സിലാക്കിയപ്പോഴും എന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. 50 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമേ ആയുള്ളൂ. എങ്കിലും 50 വർഷങ്ങൾക്ക് മുമ്പ് ആ വീടും സ്ഥലവും ഇരുന്നെടുത്ത് ഞങ്ങൾക്കതിനൊരു ആധാരമുണ്ടാക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ മാരേജ് കഴിഞ്ഞ് വന്ന കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വലിയ പ്രയാസമായിരുന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മളൊരു ഭാരമാകരുതല്ലോ, എന്തുകൊണ്ട് നമ്മളത് ഉണ്ടാക്കി വെച്ചില്ല എന്ന് അവർക്കൊരു ദുഃഖം വരരുതല്ലോ. എങ്കിലും പക്ഷേ ഞങ്ങൾ പല സ്ഥലങ്ങളിലും മുട്ടിയപ്പോഴും ഞങ്ങൾക്ക് അതിനും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരിതിൽ എങ്കിലും ഞാൻ ആ വിഷമം അടക്കി പിടിച്ച് എങ്കിലും എൻ്റെ ജപമാലയുടെ ശക്തി കൊണ്ടായിരിക്കാം ആ വീട് പണിയുടെ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് കടന്നുപോയി. എങ്കിലും ഈ കൃപാസനത്ത് വന്നു എങ്കിലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മറന്നു. പക്ഷേ കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോൾ യൂട്യൂബും വാട്സപ്പും അന്ന് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത്. അന്ന് ആദ്യമായി ഞാൻ വെറുതെ യൂട്യൂബ് ഒന്ന് നോക്കിയപ്പോൾ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം ലൈവായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടു. കാരണം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ആയിരുന്നത് കൊണ്ടാവാം ഞാൻ ആ ധ്യാനം കേട്ടു നിന്നു. അപ്പോൾ അച്ഛനൊന്നു പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. നമുക്ക് എന്ത് സാധിക്കാൻ ഈ ലോകം നമ്മളെ തള്ളിയോ ആ തള്ളിയെടുത്ത് മാതാവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരു പരീക്ഷണാർത്ഥമായിരിക്കാം എൻ്റെ മകള് 8 വർഷമായിട്ട് അവൾക്ക് അലർജി. കാരണം പുളിയുള്ള ഏത് വസ്തു തിന്നാലും ഒരു ഫുഡ് കൂടുതൽ കഴിച്ചാലും അവൾക്കത് ശരീരത്ത് വളരെ അലർജി, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് അത് പാടുകളായിട്ട് അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. കാരണം ഒരു പെൺകുഞ്ഞാണ്, അവൾക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോൾ അവർ പഠിക്കാൻ പോകുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനം ഇത് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ എന്തുകൊണ്ടോ എൻ്റെ ഫോണിൽ വേറൊന്നുമല്ല അച്ഛൻ്റെ പ്രസംഗം ലൈവായിട്ട് ചൊവ്വാഴ്ചയാണോ എന്നുപോലും ഞാനത് ശ്രദ്ധിക്കാതെ തന്നെ ഞാനത് കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ആരാധനയുടെ സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, മകളിങ്ങി വാ, നമുക്ക് ഈ പിന്നെ ഇവിടെ ഇട്ടിരിക്കാൻ നമുക്ക് അച്ഛൻ്റെ ഈ ആരാധനയൊന്ന് കേൾക്കാം. പരീക്ഷണമാർത്ഥമായിരിക്കാം ഞാനത് കുഞ്ഞും അവളും മുട്ടുകുന്നി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അന്നൊരു വാക്ക് പറഞ്ഞു, അലർജി സംബന്ധമായിട്ട് പ്രാർത്ഥിക്കുന്നവരും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞു മുട്ടുനിർത്തി പ്രാർത്ഥിച്ചു. എങ്കിലും ഞാൻ ആ പ്രാർത്ഥന അവിടെ നിന്നു. കാരണം പ്രാർത്ഥിച്ചു, ദൈവം തരും. പക്ഷേ ഇത്രയും വളരെ വലിയൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് അവൾ പിന്നെ എന്ത് ഫുഡ് കഴിച്ചാലും അവളുടെ ശരീരത്തിന് യാതൊരു റിയാക്റ്റും ഇല്ലാതെ അവളുടെ ശരീരത്തിൻ്റെ ഓരോ പാടുകളും മാഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് വീണ്ടും അന്നെപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അവസാനം അത് എപ്പോഴോ ഞാനൊരു ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ടത് മെച്ചുറായി എന്ന് എനിക്കൊരു വിളി വന്നു. എങ്കിലും എനിക്ക് പ്രതീക്ഷിച്ച തുക കിട്ടിയില്ല. ഷെയർ മാർക്കറ്റ് ആയതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അങ്ങനെ അപ്പോഴും ഞാൻ വീണ്ടും പരീക്ഷണാർത്ഥം മാതാവേ ഞാൻ വന്ന്, കാരണം ഭൗതിക നേട്ടമാണെന്ന് എനിക്കറിയാം, എങ്കിലും മാതാവേ ഞാൻ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തോളാം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പൈസ എനിക്കതിൽ നിന്നും എങ്ങനെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ, കാരണം ഷെയർ മാർക്കറ്റ് ഏത് സമയം പൊങ്ങുവാനോ അത് താഴുവാനോ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു, മാതാവിനെ പരീക്ഷിച്ചു എന്ന് തന്നെ പറയാം. കാരണം പ്രാർത്ഥനയിൽ അത്രയും ശക്തമുള്ളൊരു വ്യക്തിയാണെങ്കിലും കൃപാസനത്തിൻ്റെ ശക്തി എനിക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഞാനത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 3 അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം ഒരു ലോട്ടറി അടിക്കുന്നത് പോലെ ഇത്രത്തോളം തുക നിനക്ക് ഉയർന്നു എന്നൊരു ഫോൺ വിളി വന്നപ്പോൾ എൻ്റെ വിശ്വാസം, കാരണം ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുവാൻ എൻ്റെ മാതാവ് എന്നെ അനുവദിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഞാനിവിടെ ഓടിയെത്തി. ഓടി വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, എനിക്കറിയാവുന്ന ആൾക്കാരെ എല്ലാം ഒരു വാടക വണ്ടിയിൽ ഞങ്ങൾ വാടകയ്ക്കെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ, എന്നെ വേദനിപ്പിച്ച 50 വർഷമായിട്ടുള്ള അതിനു മുമ്പ് തന്നെ, ഈ ഉടമ്പടിക്ക് മുമ്പ് തന്നെ ഞാൻ വേറൊരു സാക്ഷ്യം കേൾക്കാനിടയായി. 25 വർഷമായിട്ട് ആധാരമില്ലാതിരുന്ന ഒരു ഭവനത്തിന് ആധാരം ഇവിടെ നിന്ന് അമ്മ മാതാവ് ഉടമ്പടി എടുത്തപ്പോൾ തിരുക്കുമാരൻ മതി സാധിച്ചു എന്ന്.
അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനും പോകുക, ഒരുപക്ഷെ നമുക്കും ഇതൊന്ന് സാധിച്ചേക്കാം. അപ്പോഴും സാധിച്ചേക്കാമെന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം, കാരണം അതിനി ഒരിക്കലും സാധിക്കുകയില്ല എന്നും നമ്മുടെ വീടിൻ്റെ തൊട്ടുപറയിൽ കുറച്ച് വസ്തു കിടപ്പുണ്ട്, അവരൊരിക്കലും അത് കൊടുക്കില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രമാണം ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. പക്ഷേ ഒരു കാലത്തും അവരത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ തുണി കഴുകുമ്പോഴെല്ലാം ആ പറമ്പ് ഞാൻ നോക്കുമ്പോൾ അന്ന് മുതൽ എൻ്റെ മാതാവ് ഈ ആഷ് കളറിലുള്ള ഡ്രസ്സിട്ട് എൻ്റെ മുമ്പിൽ അവിടെ വന്ന് നിന്നപ്പോഴും ഞാനോർത്ത് എൻ്റെ തോന്നലായിരിക്കാം. അങ്ങനെ രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ സ്ഥലം മുഴുവൻ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് മുഴുവൻ വാങ്ങിക്കാമെങ്കിൽ ഞങ്ങളത് നിങ്ങൾക്ക് തരാം. പക്ഷേ അത്രത്തോളം 10-20 ലക്ഷം രൂപ മുടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥന കൈവിട്ടില്ല. കാരണം എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരും. കാരണം എനിക്ക് അവിടെ ഒരു ഭവനം പണിയാൻ പറ്റി. 20 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്കത് മാറ്റി തന്നു എങ്കിൽ ഒരിക്കലും ഞങ്ങളെ ആരും അവിടെ നിന്ന് ഇറക്കി വിടുകയില്ല എന്ന് ഉത്തമ ബോധ്യത്തോടെ തന്നെ ഞാൻ മുന്നോട്ട് പോയി. എങ്കിലും 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും സ്ഥലം എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി എത്ര ലക്ഷം രൂപയാണെങ്കിൽ ഞങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന്. കാരണം അമ്മയ്ക്കും 1000 നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്നലെ സമയം ഞങ്ങളുടെ ആധാരത്തിൻ്റെ രജിസ്റ്റർ എല്ലാം പൂർത്തിയായി ഓടി ഞങ്ങൾ ഇവിടെ നന്ദി പറയാൻ വന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. കാരണം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും എന്ന ജോസഫ് അച്ഛൻ്റെ ധ്യാനപ്രസംഗം അന്ന് ഈ പ്രവർത്തനത്തിലൂടെ എനിക്ക് വയ്ക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷം മുമ്പ്, കഴിഞ്ഞ മെയ് മാസത്തിൽ ഹസ്ബൻഡ് ഗൾഫിന് പോകുവാൻ തൊട്ട് മുമ്പാണ് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് കിഡ്നിയുടെ സ്റ്റോണിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 കിഡ്നിയിലും നിറച്ച് കല്ല്, ഒരു കിഡ്നിയിൽ 14 mm കല്ല്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 30 അടിക്കുമ്പോൾ ഗൾഫിൽ കയറി പോകണം. ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പും കുഞ്ഞു തൈലവും ഒക്കെ കൊടുത്തു വിട്ടു. എങ്കിലും എനിക്കൊരു പേടിയായിരുന്നു. കാരണം 14 mm കല്ല്, സർജറി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും എനിക്കറിയാം. എങ്കിലും പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയെങ്കിലും ജൂൺ മാസമായപ്പോഴത്തേക്കിനും ഹസ്ബൻഡിന് വളരെയധികം വേദന കലശലാകുകയും അവിടെ ചെന്നപ്പോൾ സർജറി തന്നെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഒരിച്ചിരി സാമ്പത്തിക ബാധ്യതയോടുകൂടിയാണ് ഞങ്ങൾ പോയത്. എങ്കിലും തിരിച്ചു വരും. എങ്കിലും ഞാൻ പറഞ്ഞു, മാതാവ് നമ്മളെ കരുതും, അച്ഛൻ തിരിച്ചിങ്ങ് കയറിപ്പോരെ, കാരണം നമുക്ക് എന്തെങ്കിലും കടം മറിച്ച് ആ സർജറി ചെയ്യാം. അപ്പോഴും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു, എടി ഞാൻ അന്നിപ്പോൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിനക്ക് മുമ്പിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. കാരണം എന്തെങ്കിലും ഒരു വഴി നീ, അല്ലെങ്കിൽ ആ കല്ല് നീ ഉരുക്കി കളയണമേ എന്ന്. അപ്പോൾ 16 mm കല്ല് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ഗൾഫിൽ ദുബൈയിൽ തന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എൻ്റെ അമ്മ മാതാവ് ആ നിമിഷം എനിക്കതിനൊരുത്തരുന്നത്. പിന്നെ അടുത്ത എൻ്റെ വിഷമം തന്നെയുള്ളൂ, ആര് നോക്കും, എങ്ങനെ ശ്രദ്ധിക്കും, എനിക്ക് പോകാൻ സാധിക്കില്ല മക്കളെ വിട്ടിട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകനുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, മോനെ ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, അച്ചാച്ചനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. കാരണം എൻ്റെ മാതാവ് എനിക്കപ്പോഴും അവിടെ ഒരു തുണയെ ഒരുക്കി തന്ന് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ എൻ്റെ ഹസ്ബൻഡിനെ അവിടെ പൂർണ്ണ സൗഖ്യമാക്കി തന്നു. അന്നിപ്പോഴും വീണ്ടും അടുത്ത ഒരു കിഡ്നിയിലേ ചെയ്തുള്ളൂ, അടുത്ത കിഡ്നിയിലെല്ലാം കല്ലുണ്ട്. എങ്കിലും ഞാൻ വരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു രോഗവും ആ കിഡ്നിയുടെ സ്റ്റോണിൻ്റെ ഒരളവും അതിൻ്റെ അകത്ത് കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു. വന്ന ഉടനെ ഞങ്ങൾ ചെയ്തു. എങ്കിലും വളരെ ചെറിയ തരികൾ മാത്രം, കാരണം സർജറി വേണ്ട, ഒന്നും വേണ്ട, ഒരു ടാബ്ലറ്റിൽ ഒരുക്കി കളയാവുന്ന കല്ലുകൾ മാത്രമേ ആ കിഡ്നിയിൽ ബാക്കി അവശേഷിച്ചുള്ളൂ. എൻ്റെ മാതാവ് തന്ന 1000, 2ാമത്തെ സാക്ഷ്യത്തിൽ 1000 നന്ദി പറയുന്നു. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ ചേച്ചിക്കൊരു വിഷമം വന്ന് അവൾക്കൊരു വാടക വീട് വേണമെന്ന് പറഞ്ഞപ്പോഴും അവൾ ഒന്ന് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്തും ഉള്ളൊരു വാടക വീട് കിട്ടും. ഞാനത് പറഞ്ഞു, അത് മനസ്സിൽ കരുതിയിരുന്നെങ്കിലും രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. കാരണം ഒരമ്മച്ചി തന്നെ താമസിക്കുന്ന ഒരു വീട്, അപ്പോൾ ആ വീട് അവൾക്ക് കിട്ടുന്നു. മക്കൾ 2 പേരും അടുത്തില്ല, അവൻ പഠിക്കാൻ പോകണം, മാതാവ് അവളെ അവിടെ കൊണ്ടു ചെല്ലുന്നു. പക്ഷേ അതെൻ്റെ സ്വപ്നമാണെന്ന് ഞാൻ കരുതി അത് തള്ളിക്കളഞ്ഞു. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ മാതാവ് അതുപോലൊരു ഭവനം തന്നു. ഒരമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ എൻ്റെ ചേച്ചിക്ക് ഒരു വാടകയ്ക്ക് ഒരു വീട് കിട്ടുകയും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തന്നെയും നല്ല കരുതുന്ന ഒരു അമ്മച്ചിയെ കിട്ടുകയും തൊട്ടടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു പള്ളിയും ഒരു കപ്പൂച്ചി ആശ്രമവും ചേർന്നൊരു പള്ളിയോട് ചേർന്ന് തന്നെ എൻ്റെ ചേച്ചിക്ക് അവിടെ ഒരു വാടക വീട് കിട്ടുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു.
തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു വാഹനത്തിന് ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കടഭാരമായിരുന്നപ്പോൾ ഞങ്ങളൊരു വാഹനം വിറ്റു. എങ്കിലും ഞാൻ വാടകയ്ക്കെടുത്ത് ഞാൻ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ പിന്നീട് വന്നപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയിൽ കൃപാസനത്തിൽ ആൾക്കാരെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്നുള്ള വചനം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ തരുന്ന പത്രമൊക്കെയും വളരെ സന്തോഷത്തോടെ തന്നെ ബുധനാഴ്ച ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകുമ്പോൾ എനിക്കൊരു ചമ്മലോ നാണക്കേടോ ഇല്ല. ആരാധന കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാവർക്കും ക്യൂവിൽ നിന്ന് അത് കൊടുക്കും. ആരും നിന്ദിക്കുകയില്ല. അത് 2, ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കാൻ ആയതുകൊണ്ട് ഞങ്ങൾ കാഴ്ചയർപ്പണം, അച്ഛനോട് പറഞ്ഞൊരു കാഴ്ചയർപ്പണമൊക്കെ വെച്ച് അമ്മ വീടെന്ന് പറഞ്ഞ് 10-80 വീട്ട് അമ്മമാർ താമസിക്കുന്ന ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ ബസ് വിളിച്ച് ഒരുമിച്ച് ഒരു നേതൃത്വത്തോടെ എനിക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സുകളും ഫുഡുകളുമൊക്കെ, അത് പഴയതോ ഒന്നുമല്ല, പുതിയത് തന്നെ. അപ്പോഴെനിക്ക് മനസ്സിലായി, കാരണം തുറവിയുള്ളൊരു മനുഷ്യന് മനസ്സ് കൊടുക്കുവാൻ കൃപാസനം എന്ന ഇതിലൂടെ അമ്മ മാതാവിന് സാധിച്ചു. കാരണം ഒരു വചനം കേട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കുന്നതല്ല സാക്ഷ്യം, വെറുതെ ഇരിക്കുന്നതല്ല നമ്മുടെ പ്രാർത്ഥന. കാരണം തുറവിയുള്ള ഒരു മനസ്സോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ഉടമ്പടിയിലൂടെ ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ മുമ്പിൽ ഇന്ന് കണ്ണുനീരൊഴുക്കി വേദനിച്ചു വരുന്നവരുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. ഞങ്ങൾ സമാനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് പോകുന്നിടത്തോളം കാലം ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കോടികളുടെ ഡിപ്പോസിറ്റോ ലക്ഷങ്ങളുടെ ഡിപ്പോസിറ്റോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തില്ല. പക്ഷേ സ്വർഗ്ഗതുല്യമായൊരു ജീവിതം ഇന്ന് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ 20 ലക്ഷം രൂപയുടെ കടഭാരങ്ങൾ മാറി, ഞങ്ങൾക്ക് വാഹനങ്ങൾ തന്നു. എല്ലാം ഭൗതിക നേട്ടമായിരിക്കാം, എങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാ സുഖങ്ങളോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം, നല്ല 2 മക്കൾ, അതിൽ അത്ഭുതം എൻ്റെ കുഞ്ഞിൻ്റെ അലർജി മാറി. അതുപോലെ തന്നെ അവർക്ക് വളരെയധികം വിശ്വാസമാണ്. കാരണം ഒരു എക്സാമിന് പോകുമ്പോൾ അമ്മ ആ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലും എൻ്റെ ദേഹത്തും ഒന്ന് പുരട്ടിത്ത അവർ മറന്നുപോയാൽ അവർ ഓടി തിരിച്ചു വരും. അതൊന്ന് പ്രാർത്ഥിച്ച്, കാരണം യൗവനത്തിൽ സൃഷ്ടാവിനെ അറിയുന്ന മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ നമ്മുടെ ജീവിതം പകുതിയല്ല പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജപമാല എന്ന ആയുധം ഈ കൃപാസന മാതാവും ഉടമ്പടിയും ഉള്ളിടത്തോളം കാലം ഈ മണ്ണിൽ ചവിട്ടിയ ഒരാളും ഒരിക്കലും നിരാശരായി ജീവിക്കാൻ ഇടവകയില്ലെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു. എനിക്ക് നന്നായി പ്രവർത്തിക്കുവാനും കാരുണ്യപ്രവൃത്തി ചെയ്യാനും ഉടമ്പടി തൈലവും ഉപ്പും നമ്മുടെ വീട്ടിലുള്ളിടത്തോളം കാലം ഒരു ഹോസ്പിറ്റലോ അതിലെന്ത് വന്നാലും ഒരിക്കലും നമ്മൾ ഭാരപ്പെടുകയില്ല. അത് കാശുരൂപമൊക്കെ എന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ ധാരാളം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പ്രിയമുള്ളവരെ, ലിറ്റി സണ്ണി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ അരികിൽ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നതാണ് നാം കേട്ടത്. ഈ മകളുടെ വാക്കുകളിൽ നാം കേൾക്കുന്നുണ്ട്. ആദ്യം ഒരു യാത്രാമധ്യേ കൃപാസനത്തെക്കുറിച്ച് അറിയുമ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുകയും ഏറ്റവും മുൻപിലുള്ള രൂപം കണ്ട് പ്രാർത്ഥിച്ചു പോവുകയും ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനെ കാണുവാനൊന്ന് സാധിക്കാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ച്, പിന്നീട് കോവിഡ് കാലത്ത് അവിചാരിതമായി യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുവാൻ ഇടയായതും അന്നത്തെ ആരാധനാ പ്രാർത്ഥനയിൽ അച്ഛൻ സൗഖ്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാളുകളായുള്ള മകളുടെ അലർജി രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് കുടുംബത്തിൽ അനുഭവപ്പെട്ടത്. പിന്നീടും അടുത്ത ഒരു അടയാളമായിട്ട് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന പണം അത് മച്ചുറായെന്ന് അറിയുമ്പോൾ വലിയ കടഭാരത്തോടു കൂടി നിൽക്കുന്ന കുടുംബം അതിന് ഇത്ര കൂടി പണം അതെങ്ങനെയെങ്കിലും കിട്ടുവാൻ തക്ക വിധത്തിൽ അത് ക്രമീകരിക്കുവാനായി പരിശുദ്ധ കൃപാസന മാതാവിനെ വിളിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ആഗ്രഹിച്ചതിനും എത്രയോ മടങ്ങധികം ആ കുടുംബത്തിന് ആ ഷെയർ മാർക്കറ്റിൽ നിന്നുമുള്ള പണം ലഭിച്ച് ഈ തിരുനടയിലേക്ക് അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കൃപാസന ആലയത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുവാൻ ഈ കുടുംബത്തെ നയിക്കുകയാണ്.
ഈ 2 അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ സ്വീകരിച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരെയും ചേർത്ത് ഒരു വാഹനത്തിലൂടെ വരുന്നതെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേകത എവിടെ ഇരുന്ന് കണ്ണീരോടുകൂടി ശരണപ്പെട്ട് പ്രാർത്ഥിച്ചാലും ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അമ്മ മാതാവ് കടന്നു വരും. അമ്മ മാതാവ് ശക്തിയായി കടന്നു വരും, സൗഖ്യമായി കടന്നു വരും, മനോവേദനകൾക്ക് പരിഹാരമായി കടന്നു വരും. ഇവിടെ വന്നതിന് ശേഷമുള്ള കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓരോ അവസരത്തിലും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ കിഡ്നി സ്റ്റോൺ, അത് ഓപ്പറേഷൻ കൊണ്ട് മാത്രം പുറത്തെടുക്കുവാൻ പറ്റുന്നത്ര വലിപ്പമുള്ള കിഡ്നി സ്റ്റോൺ, അത് വലിയ വേദനയിലൂടെ കടന്നുപോയപ്പോൾ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് മാറുന്നതും സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് കുടുംബത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ, 50 വർഷത്തോളമായി കുടുംബത്തിന് ഇല്ലാതിരുന്ന ആധാരം, ഒരു വസ്തുവിൻ്റെ ആധാരം തയ്യാറാക്കിയെടുക്കൽ എത്ര ശ്രമകരമാണെന്ന് നമുക്കറിയാം. 50 വർഷത്തോളം ആ കുടുംബത്തിന് 2 തലമുറ ആധാരമില്ലാതെ വിഷമിച്ച ആ കുടുംബത്തിന് പരിശുദ്ധമ്മയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം ആധാരം ലഭിച്ചതിൻ്റെ സാക്ഷ്യം ഇന്നലെ ആധാരം എഴുതി അതിൻ്റെ നന്ദിയായിട്ട് ഇന്ന് ഇവിടെ ഓടിയെത്തിയിരിക്കുന്നു. അത് പറയുന്നുണ്ട്, അടുത്തുള്ളൊരു സ്ഥലത്തിൻ്റെ അല്പം കിട്ടിയാൽ മാത്രമേ ഈ ആധാരത്തിനുള്ള വഴി തുറക്കുകയുള്ളൂവെന്ന്. ഒരിക്കലും ആ സ്ഥലം വിൽക്കേണ്ടാത്ത കുടുംബം, എന്നാൽ ഉടമ്പടി എടുത്ത 4ാമത്തെ പുതുക്കൽ കഴിയുമ്പോൾ ആ സ്ഥലം വിൽക്കുവാൻ ആ കുടുംബം തീരുമാനിക്കുന്നു. ഇവരോട് തന്നെ ചോദിക്കുന്നു, എന്നിട്ട് ഇവർ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വിൽക്കുവാൻ തീരുമാനിക്കുന്നു. ഓരോന്നും അമ്മ ഇടപെടുന്ന വഴികളെ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരികയാണ്. ഞാൻ കൂടെയുണ്ട്, ഞാൻ ജീവനോടെ ഉണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞാൻ അടുത്തുണ്ട്, ഭയപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമെന്നാണ്. ഭയപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമെന്ന്. പ്രിയമുള്ളവരെ, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉത്തമ സാക്ഷ്യമായി ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നമ്മുടെ ജീവിതങ്ങളെ, അതിൻ്റെ ഭാരപ്പെടലുകളെ, രോഗാവസ്ഥകളെ, വേദനകളെ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് കൊടുത്തുകൊണ്ട്, കൃപാസനം അമ്മയുടെ അരികിൽ കൊടുത്തുകൊണ്ട്, അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വലിയ പ്രത്യാശയോടുകൂടി ആഗ്രഹത്തോടുകൂടി അനുഗ്രഹിക്കണമേ എന്ന നിരന്തരമായ ഹൃദയസ്വരത്തോടുകൂടി നമ്മൾ അണയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടും. ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാവും. നിത്യതയിലേക്ക് നയിക്കും വിധം നമ്മുടെ ജീവിതക്രമങ്ങളെ മുഴുവനും അത് ക്രമീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കും. എൻ്റെ പേര് ജോസ്ന, ഇത് എൻ്റെ ഹസ്ബൻഡ് ജിൻസ്, മോള് കിയാര. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് പൂപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആദ്യം കല്യാണം കഴിഞ്ഞ് 2ാമത്തെ വർഷം ആകാത്തതുകൊണ്ട് ഞങ്ങൾ ചികിത്സ നേടി മൂവാറ്റുപുഴയിലെ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്നായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് PCOD ഉണ്ട്, അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലാപ്രോ ചെയ്തിട്ട് കണ്ടിന്യൂസ് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 വർഷത്തോളം അവിടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഹോർമോണിൻ്റെ മരുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് കൊണ്ട് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ വെയിറ്റ് കൂടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, തലകറക്കം, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു, അതിനൊന്നും പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവസാനം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മരുന്ന് കഴിക്കാൻ വയ്യ. മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ വീണ് പോകുന്നൊരവസ്ഥയായിരുന്നു, എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മരുന്ന് ഒരു കെട്ട് മരുന്ന് കൊണ്ട് കത്തിച്ച് കളയുകയോ ചെയ്ത് അവസാനം കുഞ്ഞ് വേണ്ടെന്നല്ല, പക്ഷേ എനിക്ക് മരുന്ന് ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മരുന്നെല്ലാം കൊണ്ട് ഞങ്ങൾ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പള്ളികളിൽ നേർച്ചയും ഒക്കെ ആയിട്ട്, അന്നേരം ഒന്നും കൃപാസനത്തിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു, ഇങ്ങനൊരു കാര്യം ഇങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങളൊരു 3 വർഷം കഴിഞ്ഞ് 2 വർഷം ഞങ്ങൾ ഗ്യാപ്പ് ഇട്ടു, മരുന്ന് കഴിച്ചില്ല. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ, കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ വീണ്ടും ചികിത്സയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യത്തെ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചു. അപ്പോൾ ഡോക്ടറിനോട് ഇത് പറഞ്ഞായിരുന്നു PCOD ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ PCOD ഒന്നും ഇല്ലായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് അന്നേരം ഏജ് കൂടിയായിരുന്നു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താ നിങ്ങളുടെ തീരുമാനം, നോർമലായിട്ട് നോക്കുന്നുണ്ടോ അതെയോ IVF IUI അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഏജ് കൂടുന്നതനുസരിച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡോക്ടർ പറഞ്ഞു എങ്കിൽ നോർമലായിട്ട് നമുക്കൊന്ന് മരുന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചു, റിസൾട്ട് ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഏജ് കൂടുന്നുണ്ട്, കോംപ്ലിക്കേഷൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. എങ്കിൽ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു IVF. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇത് ചെയ്തത് കൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ IVF ചെയ്തു. IVF ചെയ്ത ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ചെയ്തു, റിസൾട്ട് നെഗറ്റീവായി. രണ്ടാമത് ഒരു പ്രാവശ്യവും കൂടെ IVF ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് പോസിറ്റീവ് കാണിച്ചു. പക്ഷേ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് ആയി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അന്നേരം ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ഇങ്ങനെ IVF ചെയ്ത് ബ്ലീഡിങ് ആയാലും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. സാധാരണ പ്രഗ്നൻ്റ് ആയാലും ചെറിയ ബ്ലീഡിങ് ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. എന്നാൽ എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് പോസിറ്റീവ് ആകുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇതിന് ചാൻസ് ഇല്ല, നിങ്ങളിത് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ആകെ തകർന്നു പോയി. കാരണം ആദ്യം ഒരു IVF ചെയ്തു, അത്രയും ലക്ഷങ്ങൾ മുടക്കി നമ്മളത് ചെയ്തു. ഒന്ന് നെഗറ്റീവായി, രണ്ടാമത് ചെയ്തു പോസിറ്റീവായി. 10 വർഷം നോക്കിയിരുന്നിട്ട് റിസൾട്ട് പോസിറ്റീവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ അതും പെട്ടെന്ന് നെഗറ്റീവായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തകർന്നു പോയി. പിന്നെ വീട്ടുകാരുടെ ചില കുത്തുവാക്കുകളും അതും ഞങ്ങൾ ഒരുപാടധികം വേദനിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അതിനിടയ്ക്ക് ഞാൻ IUI ചെയ്തായിരുന്നു. IUI ചെയ്യുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം ഇത് ഞാൻ ആദ്യമേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ചെയ്തായിരുന്നു, അത് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ട്രീറ്റ്മെൻറ്റ് വേണ്ട, കാരണം 2 പ്രാവശ്യം IVF ചെയ്തു, നെഗറ്റീവായി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനോടും ആകെ ഒരു വെറുപ്പായി, പ്രാർത്ഥിക്കാൻ മടിയായി, എല്ലാത്തിനോടും ആകെ മൊത്തം വെറുപ്പായി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായി. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ പിന്നെ ഞങ്ങൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ആ ഡോക്ടറിനെ ഒന്നും കൂടി കാണാൻ പോയി. അപ്പോൾ ഡോക്ടറിനെ അന്നും ചോദിച്ചത് എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ നോക്കാൻ പോയി ഡോക്ടറെ, എന്താകുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മമ്മിയുടെ അനിയത്തി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കൃപാസനത്തിലൊന്ന് പോയി നോക്ക്, നിങ്ങൾ കൃപാസനത്തിലൊന്ന് പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കൃപാസനം എന്ന് കേട്ടിട്ടുണ്ട്, പത്രം കണ്ടിട്ടുണ്ട്, അങ്ങനെ വായിച്ചിട്ടുണ്ട്, TV കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇത്രയും ശക്തിയുണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നപ്പം അത്രയും വിശ്വാസത്തോടെ അല്ല ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്നു 2022 നവംബർ 15-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് 2023 മാർച്ച് 2-ാം തീയതി ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി. അന്നേരം ഇങ്ങനെ ഒന്ന് റിസൾട്ട്, എനിക്ക് പീരിയഡ്സ് എല്ലാ മാസവും പീരിയഡ്സ് ആകുന്നു. അപ്പം നമുക്ക് പിന്നെ സങ്കടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് റിസൾട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ ഈ നമുക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ വിശ്വാസം അർപ്പിച്ച പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കൃപാസനത്തിലോട്ട് വരാനിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ചെറിയ പനി വന്നു. ഞങ്ങൾ പനിയല്ല, ആദ്യമേ ഛർദിയും തലവേദനയും വന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു, തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം, പനി കൂടി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം എനിക്ക് പനി കുറയുന്നില്ല, വൊമിറ്റ് ചെയ്യുന്ന ഇത് കൂടെ നോസിയ പോലെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഛർദ്ദിക്കുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സ് എടുക്കണമെന്ന് പറഞ്ഞു. ഒരാഴ്ച ആദ്യമേ ഡോസ് കുറഞ്ഞ ആൻറ്റിബയോട്ടിക് എടുത്തു. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഹൈ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്സ് എനിക്ക് തന്നു. ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പനിക്ക് ഒരു കുറവില്ല, വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ഡ്യൂട്ടിക്ക് പോകാനായിട്ട് കുളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നി. അപ്പം പിന്നെ എനിക്ക് പേടിയായി, കാരണം വേറെ എന്തെങ്കിലും ആണോ എന്ന് ഓർത്ത് ഭയങ്കര, നമ്മളിങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് പീരിയഡ്സ് ലേറ്റ് ആയിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ലേറ്റ് ആവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ആദ്യമേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞായിരുന്നു, എടി കാർഡ് മേടിച്ചൊന്ന് നീ ടെസ്റ്റ് ചെയ്ത് നോക്ക്, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ ചേട്ടായോട് പറഞ്ഞായിരുന്നു, എന്തോരം കാർഡ് മേടിച്ച് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇനി നോക്കേണ്ട കാര്യമില്ല ചേട്ടാ, കാരണം എനിക്ക് പീരിയഡ്സ് ആവുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, നടുവിന് വേദന, എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട്.
അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ രാവിലെ എനിക്കിങ്ങനെ തല കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതെയായിട്ട് അവിടെ ചെല്ലുന്നേ. അപ്പം എൻ്റെ പപ്പ പറഞ്ഞു നാട്ടിലൊരു ഹോസ്പിറ്റലിലോട്ട് പോകാം, ഇത്രയും വയ്യാതെയല്ലെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പപ്പ ഞങ്ങളിവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറട്ടെ, അവിടെ വരെ യാത്ര ചെയ്ത് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഡ്രിപ്പ് ഇട്ടു. ഒരു ഡ്രിപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല, ഹസ്ബൻഡ് പോയി പ്രഗ്നൻസി കാർഡ് മേടിച്ചുകൊണ്ട് വന്ന കാര്യം അറിഞ്ഞില്ല. ഒരു ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രിപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ കാർഡ് മേടിച്ചിട്ടുണ്ട്, നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു, എന്തും ആവട്ടെ നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് റിസൾട്ട് നെഗറ്റീവ് കാണിച്ചാൽ പിന്നെ എനിക്ക് സങ്കടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല, കാർഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു നീ ഇതൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് ആകുന്നു, കാർഡ് കളയുന്നു, ആ ഒരു രീതിയിൽ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ആദ്യമേ ഒരു ലൈൻ വീണു. അപ്പം ഞാനത് നോക്കാനേ പോയില്ല. പക്ഷേ അത് പ്രഗ്നൻസി കാർഡ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരം ഞാൻ ആ കാർഡിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാർഡിൽ ഡബിൾ ലൈൻ കാണിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ വന്നു ഇങ്ങനെ ഞാൻ അവിടെ എനിക്ക് ബ്ലഡ് ഓൾറെഡി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ UPT കൂടെ ഒന്ന് ചെയ്യാമോ, എനിക്ക് കാർഡ് നോക്കിയിട്ട് പോസിറ്റീവായി കാണിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ UPT ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ 2023 ഓഗസ്റ്റ് 8 ഞങ്ങൾ UPT ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും UPT പോസിറ്റീവായിട്ട് കാണിച്ചു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. ഗൈനക്കിനെ കാണിച്ച് അന്നേരം ഞാൻ 1.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വീണായിരുന്നു. അന്നേരം ഈ കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു വെള്ളങ്കലം കൊണ്ട് വീണായിരുന്നു, ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണായിരുന്നു, ഒക്കെ ചെയ്തു. എന്നാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2023 ഓഗസ്റ്റ് 8 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. 2024 മാർച്ച് 8 ഞങ്ങൾക്കൊരു മോളെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ മോളെ തന്ന മാതാവിന് 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ജോസ്ന ജിൻസ് എന്ന സഹോദരിയും കുടുംബവുമാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. 107 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. പ്രിയമുള്ളവരെ, വിവാഹത്തിന് ശേഷം നീണ്ട 10 വർഷം ഒരു കുഞ്ഞില്ലാതിരുന്ന് ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ നടത്തി, IVF ചെയ്തു, അതുപോലെ തന്നെ ഡോക്ടർമാരെ കണ്ട് മെഡിസിൻസ് കഴിച്ചു. അതിനുശേഷമാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കഷ്ടതകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും വിളിച്ച് അപേക്ഷിക്കുവാനായിട്ട് തുടങ്ങുന്നു. സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ അഭിഷേകം ഇവരുടെ ജീവിതത്തിൽ നിറയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ കുടുംബം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ത്രിയേക ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കുമ്പോൾ ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന ദൈവശാസ്ത്രം ഇവിടെ പ്രകടമാകുന്നതും ആ ദൈവശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഈ കുടുംബവും സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ലഭിച്ച കുഞ്ഞിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുമ്പോൾ നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 28 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, കുടുംബത്തിലൊരു സമാധാനമില്ലാതെ ജീവിക്കുന്നത്, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളൊരു പ്രതിസന്ധിയിൽ, ആശ്രയിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ, ദൈവമല്ലാതെ ഇനി ഒരു ആശ്രയമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഈ കൃപാസനത്തിലേക്ക് എത്തുന്നതും ഉടമ്പടി എടുക്കുന്നതും. കുടുംബത്തിലെ വലിയൊരു ദുഃഖമായിരുന്നു ഹസ്ബൻഡിൻ്റെ മദ്യപിക്കുന്ന ശീലം. അദ്ദേഹം അത് ഒത്തിരി വർഷങ്ങളായിട്ട് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാത്ത വഴിപാടുകളും കാര്യങ്ങളും ഒന്നുമില്ല. അവസാനം ഞങ്ങൾ ആശ്രയിച്ചത് കൃപാസന മാതാവിനെയാണ്. ഉടമ്പടി എടുത്ത് 3ാമത്തെ പുതുക്കലിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി നിർത്തുവാൻ സാധിച്ചു. ഇന്ന് 2 വർഷമാകുമ്പോൾ അദ്ദേഹം മദ്യം കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. അത് ഞങ്ങളുടെ
കുടുംബത്തിൽ സമാധാനം വീണ്ടും കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് സംസാരിക്കുന്നതിനേക്കാളും അതിനെ തർക്കിച്ച് നിൽക്കുന്ന ഒരു ശീലം എനിക്കും ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിലൂടെ എനിക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ ഏകദേശം സാധിച്ചു. അത് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരുന്നതിന് വലിയൊരു കാര്യമായി. പിന്നെ മൂത്ത കുട്ടി അഞ്ജലിയുടെ വിദ്യാഭ്യാസം, അവൾ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അവൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ അവൾ വളരെ പുറകോട്ടുള്ള കുട്ടികളെ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയൊരു പുറകെ തന്നെയായിരുന്നു അവൾക്ക് 10ലെ 80% മാർക്ക് ലഭിച്ചു. അടുത്ത് നമ്മൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് +1 അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ +2 നല്ല മാർക്കോട് കൂടി പൂർത്തിയായി. അവൾ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ തന്നെ അവൾ അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ അവളുടെ വിദ്യാഭ്യാസ കാര്യം നല്ല രീതിയിൽ നടന്നു പോകുന്നു. 3ാമതായി ലഭിച്ചത് ഭവനമാണ്. ഞങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തികമോ സാഹചര്യമോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ മാതാവിന് നിയോഗം വെച്ചു ഭവനത്തിന് വേണ്ടി. ഞങ്ങൾ താമസിക്കുന്ന വീട് വളരെ വർഷം പഴക്കമുള്ളതാണ്. മഴയൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാതാവിന് നിയോഗം വെച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുക കൊണ്ട് ഞങ്ങളത് ആരംഭിച്ചു. ഒരു കാരണവശാലും ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞു, മൂത്ത കുട്ടി +1 +2 പൂർത്തിയാക്കി അടുത്ത കോഴ്സിന് ചേരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ല തുക ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് ഒരിക്കലും പൂർത്തീകരിക്കാത്ത ഒരു ഭവനമായി തീരും. അത് പാടില്ല. മാതാവ് അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഭവനം പൂർത്തീകരിച്ച് തരണേ പറ്റുമെന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് മാതാവ് തന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ഞങ്ങൾ കയറിത്താമസം നടത്തി. അതിനുവേണ്ടി നമ്മളൊരു ചിട്ടി ലാസ്റ്റായപ്പോൾ നമുക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അത് കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനത് നിയോഗത്തിൽ തന്നെ വെച്ചു. ഒരു തടസ്സവും കൂടാതെ നമുക്ക് ആ ചിട്ടി കിട്ടി. നമുക്ക് വീട് പണി ആ വഴിയിലും പൂർത്തീകരിക്കാനൊരു കാരണമായി. പിന്നെയുള്ളായിരുന്നത് കയറിത്താമസത്തിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു എൻ്റെ എല്ലാ ആൾക്കാരും എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടു കൂടി തന്നെ അതിലേക്ക് കയറി താമസിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്ന് പോലെ തന്നെ ദൈവം അത് നടത്തി തന്നു. പിന്നെ ഉള്ളത് ഇളയ കുട്ടിയുടെ USS സ്കോളർഷിപ്പാണ്. അതിന് 63 മാർക്ക് വേണം USS സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ. എത്ര കൂട്ടി നോക്കിയാലും നമുക്ക് 60 മാർക്കിൽ കൂടുതൽ അവൾക്കത് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നമ്മളത് ഒത്തിരി തവണ കൂട്ടി നോക്കിയിട്ടും പറ്റിയില്ല. പക്ഷേ അവസാനം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കറക്റ്റ് 63 മാർക്ക് മതി, എന്നാലും അവളെ അത് കൊടുത്ത് തന്നെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അവൾക്കത് ഭയങ്കര സങ്കടമാകും. അതുപോലെ തന്നെ കറക്റ്റ് 63 മാർക്ക് തന്നെ നൽകി മാതാവ് അവൾക്കത് സ്കോളർഷിപ്പ് കൊടുത്തു. അത് ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു ആയിട്ട് തന്നെ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലമുള്ള രോഗസൗഖ്യങ്ങളാണ്. എൻ്റെ കൈമുട്ടിന് ഒരു വേദന വന്നു. എനിക്ക് തയ്യലാണ് ജോലി. അപ്പോൾ എനിക്കത് കത്രിക എടുത്ത് അതുപോലെ ഒരു ചെറിയൊരു വസ്തു പോലും എടുത്ത് ഉയർത്താൻ മേലുള്ള ഒരു ശക്തി ആ കൈക്കില്ല. ആശുപത്രിയിൽ പോയി ഇപ്പം പറഞ്ഞു 2 ആഴ്ച റെസ്റ്റ് എടുക്കണം, മരുന്ന് കഴിക്കണം, അല്ലാതെ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു. എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത് ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്കത് സൗഖ്യപ്പെടുത്തി കിട്ടി. പിന്നെ ഉണ്ടായ കാലുവേദന, എഴുന്നേക്കാനോ നടക്കാനോ വയ്യാത്ത വിധം ഉണ്ടായ കാലുവേദനയായിരുന്നു. അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ മാറിക്കിട്ടി. പിന്നെ ഇളയ മകൾ അമൃതയ്ക്ക് കാലിൽ ഒരു ആണിയുടെ രോഗം പോലെ വന്നു. അതും ഉടമ്പടി തൈലം മൂലം നമുക്ക് സൗഖ്യപ്പെട്ട് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് കിട്ടിയത്. ഒന്നുമല്ലാതെ ഈ ആലയത്തിലേക്ക് വന്നു കയറി ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എല്ലാം തന്ന് ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ടൊരു നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടെ കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട്. പത്രം മേടിക്കുന്നു, എല്ലായിടത്തും നമ്മളത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികളെ കാണാൻ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇത്രയും തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, 135-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവെ, അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവെ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. നമ്മളോട് ജയശ്രീ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഓരോ നിയോഗങ്ങളും
ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിൽ ഇടപെട്ടതെന്നും ഇവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റിയതെന്നും ഉടമ്പടി ജീവിതം പറഞ്ഞുകൊണ്ട് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. കർത്താവിനെ വിശ്വസിക്കുകയും അവിടുത്തെ സന്നിധിയിൽ നിർമ്മലതയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് ഒരു വ്യക്തി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് സാധാരണമാണ്. ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം തരുന്ന വലിയൊരു അവസരമാണ്. കുറച്ചുകൂടി ബോധ്യത്തോടുകൂടി, കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ടും കുറവുകളെ മാറ്റിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ നിറവിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായം ഒരു വ്യക്തിക്ക് ലഭിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു കരുതലും സ്നേഹവും സാന്നിധ്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തിയും തൻ്റെ ജീവിതം നമ്മളുടെ മുൻപിൽ പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഉടമ്പടിക്ക് ശേഷം ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു മാർക്കിംഗ് പോയിൻ്റായിട്ട് ഉടമ്പടിയെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന്. ഈ സഹോദരി ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ആദ്യമേ തന്നെ ഈ പരിശുദ്ധ ഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ ദേവകുമാരനും കൃപാസനം മാതാവിനും ആദ്യമേ തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിജോ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂണിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് പോകണം എന്ന നല്ലൊരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പല ഏജൻസികളായും കോണ്ടാക്ട് ചെയ്തു അവരെ. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തു. ഞാൻ കുറച്ച് പേയ്മെൻറ്റ് ചെയ്തിരുന്നു അവിടെ. പക്ഷെ അവർ പല കാരണങ്ങളാലും അത് പോസ്റ്റ്പോൺ ചെയ്ത് ഒരു 8 മന്തായി. അപ്പോൾ ഞാൻ ആകെ ഡിപ്രഷൻ ആ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ പോയിട്ട് മാതാവിൻ്റെ ഒരു ഉടമ്പടി എടുക്ക്. ഉടമ്പടി എടുത്താൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ആദ്യം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പള്ളിയിലോട്ട് പോവും, പ്രാർത്ഥിക്കും, ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് എനിക്കൊരു 3-ാമത്തെ ദിവസമാണ് എനിക്കൊരു കുവൈറ്റിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാനതിൽ പെട്ടെന്ന്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 1.5 ഇയേഴ്സ് ആകുമ്പോഴേക്കും എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്ത് എനിക്കൊരു 3 മന്തിൻ്റെ ഉള്ളിൽ കുവൈറ്റിലൊരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് കുവൈറ്റിൽ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 24 ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 മന്ത് കഴിഞ്ഞപ്പോൾ 8 മന്ത് ആയപ്പോൾ അവർ പറഞ്ഞു കുവൈറ്റ് പ്രോമറ്റ്, അവിടെ രജിസ്റ്റേർഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആവണമെങ്കിൽ കുവൈറ്റ് പ്രോമട്രിക്ക് പാസ്സാവണം അവിടുത്തെ. അപ്പോൾ എനിക്ക് എക്സാം എഴുതണമെങ്കിൽ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉടമ്പടി ഓൾറെഡി 6 മന്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതാം, ഉടമ്പടി പുതുക്കണം. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഒരു ബിഗ് സീറോയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനങ്ങനെ കഴിഞ്ഞ ആഴ്ച നാട്ടിലോട്ട് വന്നു. ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തു. ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു ചൊവ്വാഴ്ച എടുക്കണമെന്നായിരുന്നു എനിക്ക് എക്സാം ഡേറ്റ്. അതേപോലെ തന്നെ എനിക്ക് സെപ്റ്റംബർ 24 എക്സാം ഡേറ്റ് കിട്ടി. ആ 24 ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ 24 തന്നെയാണ് ഞാൻ കുവൈറ്റിലോട്ട് എത്തിയത്. അപ്പോൾ എനിക്ക് മനസ്സിലേ വിചാരിച്ചു ഒരു മാതാവിനൊരു പദ്ധതി ഉണ്ടാവുമല്ലോ, അതായിരിക്കും എനിക്ക് 24 എക്സാം ഡേറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ 24-ാം തീയതി എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തു. ഞാൻ 17-ാം തീയതി ഞാനിവിടെ എത്തി, കൊച്ചിയിലെത്തി. ഞാനിവിടുന്ന് 18-ാം തീയതി ഇവിടേക്ക് വന്ന് ഞാൻ രാത്രിയാണ് എത്തിയത്. അപ്പം ഞാനിവിടെ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു ആ സമയത്ത്. എനിക്ക് കുറേ നേരം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റി. എൻ്റെ പാസ്പോർട്ടും ഹോൾ ടിക്കറ്റും കൂടെ ഞാനിവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ അടുത്ത്, എക്സാമിന് നീ തന്നെ ഇറങ്ങി വരണം, അല്ലാതെ എനിക്ക് രക്ഷയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചു എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു അച്ഛനെ നാളെ കാണാൻ പറ്റത്തില്ല, അച്ഛൻ വ്യാഴാഴ്ച ദിവസം അച്ഛൻ പൊതുവെ ഇരിക്കാറില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനാകെ മനസ്സിൽ വിചാരിച്ചു ദൈവം എനിക്കൊന്ന് അച്ഛനെ കണ്ടാൽ മതി എന്ന് വിചാരിച്ചു. കാരണം പറഞ്ഞാൽ അച്ഛൻ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിലാണെന്ന് തോന്നുന്നു കുവൈറ്റിലെ അഹമ്മദി ചർച്ചിൽ അച്ഛൻ ധ്യാനം നടത്തിയിരുന്നു. അപ്പം ഞാൻ 3 ദിവസം ധ്യാനത്തിന് ഞാൻ പോയിരുന്നു. പക്ഷേ എനിക്ക് അച്ഛനെ നേരിട്ട് കാണാൻ പോലും പറ്റിയില്ല, അത്രമാത്രം ക്രൗഡഡായിരുന്നു അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കൃപാസനം ഇത്രമാത്രം ലോകമെമ്പാട് ജനങ്ങളിലോട്ട് എത്തിയെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ആകെ തന്നെ വണ്ടറായിപ്പോയി, ഇത്രമാത്രം വിശ്വാസികളുണ്ടോ, അതും കുവൈറ്റ്, ഒരു അറബിക് കൺട്രിയാണ് കുവൈറ്റ്, അവരുടേതായ പ്രോട്ടോക്കോളും. പക്ഷേ അവിടുത്തെ പോലീസ് വരെ ഭയങ്കര പ്രൊട്ടക്ഷനായിരുന്നു അച്ഛനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഒന്നുകൂടി വിശ്വാസം കൂടി. അപ്പോൾ ഞാൻ അച്ഛനൊന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 19-ാം തീയതി രാവിലെ കുർബാനയ്ക്ക് വന്ന സമയത്ത് അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെയായിരുന്നു കുർബാന കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ അച്ഛൻ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, പക്ഷേ ഞാൻ അച്ഛനെ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛനെ കാണുന്നത്. എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല അച്ഛനെ. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ്നെസ് വീണ്ടും എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ രാവിലെ ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയത് 25-ാം തീയതി. ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് സാക്ഷ്യം പറയും, സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുവൈറ്റത്തെ ജോലി വേണ്ട എന്ന് ഞാൻ സാക്ഷ്യത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയതും സെപ്റ്റംബർ 25, അതായത് ഇന്ന്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തോ മാതാവ് പദ്ധതി മനസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ടോക്കൺ നമ്പർ 25 കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഇന്നുകൂടി പോസിറ്റീവ്നെസ് കൂടി. ഞാനിവിടെ ഉടമ്പടി പുതുക്കി ഞാനങ്ങനെ എക്സാം ഇന്നലെയായിരുന്നു. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല. ഞാൻ വെച്ചാൽ എനിക്കൊന്നും പഠിച്ചാൽ തലയിൽ കയറുന്നില്ല എന്തോ പോലെ. അപ്പോൾ എന്നോട് എൻ്റെ റൂമിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന് നിയോഗം എഴുതുക, പ്രാർത്ഥിക്കുക, കൊന്തെത്തിക്കുക, ജപമാല എത്തിക്കുക. എത്ര ജപമാല എത്തിച്ചു എന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ അറിയത്തില്ല, അത്രമാത്രം ജപമാല എത്തിച്ചു കൂട്ടി ഞാൻ. അപ്പോൾ എന്നോട് ഫ്രണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ജപമാല എത്തിക്കാതെ നീ ഇങ്ങനെ നിയോഗങ്ങൾ എഴുതാതെ നീ ഇരുന്ന് പ്രാർത്ഥിക്കുക, പഠിക്കിരുന്നിട്ട് പഠിച്ചാലേ നിനക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സിജോ. ഇത് കുവൈറ്റത്തെ പ്രോമെട്രിക് എക്സാമാണ്, 3 പ്രാവശ്യം നമുക്ക് ലൈഫ് ലോങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫസ്റ്റ് ടൈമാണിത്. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു അറ്റംപ്റ്റ് കൂടി ഞങ്ങൾക്ക് തരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നാട്ടിലോട്ട് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒന്നും പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്, ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിരിക്കുവാണ് ദൈവം 24-ാം തീയതി എന്താവും എന്നുള്ളത്. ഞാനങ്ങനെ എക്സാമിന് പോകുന്ന സമയത്ത് എൻ്റെ ഹോൾ ടിക്കറ്റ്, എൻ്റെ പാസ്പോർട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്തെത്തിച്ച് പള്ളിയിലോട്ട് പോയി അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. ഞാൻ ട്രിവാൻഡ്രത്താണ് എക്സാം എഴുതിയത്. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി, അച്ഛൻ പോയി എക്സാം എഴുതിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ എക്സാം പോണ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ എഴുതപ്പെടുന്ന തന്ന കാശുരൂപം, വെഞ്ചിച്ച ഉപ്പ്, തൈലം എല്ലാം ആയിട്ടൊക്കെ പോയത് എല്ലാം കുരിശ് വരച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പത്രങ്ങൾ ഓട്ടോക്കാരന് കൊടുക്കും. എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ എല്ലാവരും ഇരുന്ന് പഠിക്കുക. എനിക്കാണെങ്കിൽ എന്താ പഠിക്കണ്ടേ, എവിടുന്ന് തുടങ്ങണ്ടേ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും നോക്കുന്നുണ്ട്, ഇയാളെന്താ പത്രം കൊടുക്കുന്നിരുന്ന് പഠിക്കാതെ. എനിക്ക് പഠിക്കാനാണെങ്കിൽ ഒരു വരുന്നില്ല, പ്രാർത്ഥിക്കാനാണെങ്കിൽ കൂടുതൽ വരുന്നത്. ഞാനാണെങ്കിൽ എക്സാം ഹാളിലോട്ട് കയറി. 3 മണിക്കൂറത്തെ എക്സാം ആയിരുന്നു അത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ചെയ്തത്. എൻ്റെ എക്സാം ആണെങ്കിലോ എനിക്കറിയത്തില്ല, ഓരോ ആൻസേഴ്സും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഫീൽ ആയത്. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒന്നും വന്നിട്ടില്ല. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വന്നിട്ടില്ല. പക്ഷേ 3 മണിക്കൂറിൻ്റെ എക്സാം എൻ്റെ 1/2 മണിക്കൂർ കൊണ്ടാണ് കഴിഞ്ഞത്. ഞാൻ ബാക്കി 2.5 മണിക്കൂർ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാൻ 2.5 മണിക്കൂർ വെറുതെ ഇരുന്നില്ല, 1/2 മണിക്കൂർ വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്ക് എന്താ എഴുതണ്ടേ, ഞാൻ എഴുതിയത് ശരിയാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനെന്നാലും മാതാവ് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി. അത് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 1.25 മണിക്കൂർ ഞാൻ ഹാളിൽ നിന്ന് ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു, എല്ലാവരും ഇരുന്ന് എക്സാം എഴുതുന്നു, 3 മണിക്കൂർ എക്സാം. അവർ ചോദിച്ചു എക്സാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എക്സാം കഴിഞ്ഞു, എല്ലാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ ആൻസേഴ്സ് വരും. അപ്പോൾ എൻ്റെ ആൻസേഴ്സ് തെറ്റായിരിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ 1.25 മണിക്കൂറിന് എക്സാം കഴിഞ്ഞ് എൻ്റെ 150 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് എന്നോട് അവർ പറഞ്ഞു 1 മണിക്കൂറിൻ്റെ ഉള്ള റിസൾട്ട് വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ റിസൾട്ട് ആണെങ്കിൽ 1 മണിക്കൂറിൻ്റെ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു. അപ്പോൾ കുറേ പേരൊക്കെ ഫെയിലായി, കുറച്ച് പേരൊക്കെ ജയിക്കുന്നുണ്ട്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിത്ര മാത്രമേ ഉള്ളൂ, അങ്ങയുടെ ഹിതം എന്താണോ അതുപോലെ നിറവേറിയാലും മതി, തോൽവിയായാലും ജയമായാലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് മാത്രം ഞാൻ 1 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു,
ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, എപ്പോഴും ഇങ്ങനെ പഠിച്ച് അവൻ എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടഫായിരുന്നു ശരിക്കും, എനിക്ക് അറിയത്തില്ല, എനിക്ക് മാതാവ് ഓരോ ആൻസേഴ്സ് പറഞ്ഞു തരുമായിരുന്നു, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് എന്തായാലും ജയിക്കത്തില്ല എന്നറിയാം. എക്സാം റിസൾട്ട് 2 മണിക്കൂറും കഴിഞ്ഞ് 3 മണിക്കൂറും കഴിഞ്ഞു 4 മണിക്കൂറും കഴിഞ്ഞു. അപ്പോൾ കുവൈറ്റിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു തുടങ്ങി, എന്തായി റിസൾട്ട്? ഞാൻ പറഞ്ഞു റിസൾട്ട് ഇതുവരെയ്ക്കും വന്നിട്ടില്ല, എന്താ? അപ്പോൾ എന്നോട് പറഞ്ഞില്ല, അപ്പോൾ എക്സാം റിസൾട്ട് വൈകുന്നത് ഫെയിൽ ആവാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ടോക്കൺ നമ്പർ 25 കിട്ടിയത്. അപ്പോൾ മനസ്സിൽ ആരോ പറയുന്നത് ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു 60% മാർക്ക് എനിക്ക് മതി, അത്രയും ഞാൻ മനസ്സിലാഗ്രഹിച്ചുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിസൾട്ട് 5 മണിക്കൂറും കഴിഞ്ഞു, 6 മണിക്കൂറും കഴിഞ്ഞു, റിസൾട്ട് വരുന്നില്ല. എനിക്കാണെങ്കിൽ ടെൻഷനായി. അപ്പോൾ ഞാൻ ഫെയിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. റിസൾട്ട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഒരു 6:30 സമയത്ത്, മാതാവേ ഞാൻ ജപമാല ഞാൻ അതേ സമയം ഫുള്ളും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു, ക്ലാസ്സിലിരുന്നിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ ധ്യാനം കഴിഞ്ഞു ജപമാല എത്തിക്കാൻ തുടങ്ങി. ജപമാല കഴിഞ്ഞിട്ടും റിസൾട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ലാസ്റ്റ് ജപമാല ചൊല്ലാൻ പോവുകയാണ്, അത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ടിക്കറ്റൊക്കെ ഇവിടേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കുവൈറ്റിൽ നിന്ന്, അത്ര പൈസ കൊടുത്തിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ വന്നത്. സാക്ഷ്യം പറയാൻ വേണ്ടി വരെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ റൂം ബുക്ക് ചെയ്ത് എല്ലാം ബുക്കിങ് കഴിഞ്ഞു. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറമെയാണ് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞു, ഇങ്ങനെ സിജോ എക്സാം പാസ്സാവുകയാണെങ്കിൽ സാക്ഷ്യം വന്ന് പറയണത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുറേ കൃപാസന വിശ്വാസികളുണ്ട് കുവൈറ്റിൽ, വലിയൊരു സംഘടന തന്നെ, കൃപാസന ഫോളോവേഴ്സ് എന്ന ഗ്രൂപ്പ്, ഒരു 3000 മെമ്പേഴ്സ് ഇതിലുണ്ട്. അതിൽ നയിക്കുന്ന ബാബു ബ്രദർ എന്ന ബ്രദറാണ്. ബ്രദറിന് ഞാൻ പ്രയർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ബ്രദറും പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ച് കാശ് രൂപം കൊണ്ട് എക്സാമിന് പോയാൽ മതി, തീർച്ചയായും ജയിക്കും, നീ പേടിക്കണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ജപമാല എത്തിച്ച് കഴിയുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും എൻ്റെ ഫോണിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്കതിന് തുറക്കാനാണെങ്കിൽ പേടി. ഞാൻ ഓൾറെഡി വിചാരിച്ചു ഫെയിലാണ്. ഓൾറെഡി ഈ റിസൾട്ട് വൈകി വരുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഫെയിലാവാൻ ചാൻസ് ഉണ്ട് സിജോ. അപ്പോൾ മനസ്സിൽ വരുന്നുണ്ട് എൻ്റെ കഴിവ് കൊണ്ട് എന്തായാലും ജയിക്കത്തില്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് തന്നെ വരണമെന്ന് ഉണ്ടായിരുന്നു. ഞാൻ റിസൾട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തു. റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച 60% മാർക്കാണ്. ദൈവം എനിക്ക് തന്നത് 97.33% തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ തന്നെ എൻ്റെ തന്നെ റിസൾട്ടാണോ ഞാൻ ഒരു 2-3 പ്രാവശ്യം നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സിജോ തന്നെ 97.3, അപ്പം കുവൈറ്റിൽ നിന്ന് വിളി വന്നു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര മാർക്ക് കിട്ടുമെന്ന്. ഞാൻ ജസ്റ്റ് പാസ്സാവും പോലും എന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ മാതാവ് തന്നെ ഇറങ്ങി വന്ന് എൻ്റെ എക്സാം എഴുതി. പക്ഷെ ഞാൻ കുറച്ചുകൂടി സമയം ആ ഹാളിലിരുന്നെങ്കിൽ ആ എക്സാം അതൊക്കെ വെട്ടി ഞാൻ എൻ്റെ തന്നെ ആൻസർ എഴുതിയായിരുന്നു. അപ്പോൾ ഞാൻ ഫെയിലാവായിരുന്നു, ഉറപ്പായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞത്, ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത് കാരണം കൊണ്ട് എനിക്ക് കുറേ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. ഞാൻ പൈസ അയച്ചു കൊടുക്കും എൻ്റെ വീട്ടിൽ പറ്റുന്നത് പോലെ, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായിക്കും. ഒരു കുട്ടിക്ക് പഠിക്കാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അതുപോലെ ഞാൻ സഹായിക്കും. പിന്നെ പത്രങ്ങളാണെങ്കിൽ ആദ്യമൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കൊടുക്കാൻ. പക്ഷേ ഈ പത്രങ്ങൾ കൊടുക്കുന്നത് മൂലമാണ് നമുക്ക് ഈ ദൈവം മാതാവ് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്നത്. അപ്പോൾ ഞാൻ എക്സാമിന് ഹാളിൽ പോകുമ്പോഴും പത്രങ്ങൾ കൊടുക്കുവാനും എല്ലാം ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് രോഗികളെ നോക്കുന്നതിലും, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എന്നോട് വന്ന് പറയുവാണ് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അത് എൻ്റെ വേദനയായിട്ട് മാറി ഞാൻ അവരെ അത് ട്രീറ്റ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ വിടാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ 1 വർഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ നടന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാണ്, ഉടമ്പടി എടുത്ത ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധികളൂടെ കടന്നു പോയാലും, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വരും, പക്ഷേ നമ്മുടെ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചാൽ എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. ഞാൻ ഫെയിലാന്ന് പ്രതീക്ഷിച്ച മാർക്കാണ്, പക്ഷെ 97.3% തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും പരിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. സിജോ എന്ന ഈ മകൻ്റെ സാക്ഷ്യം സാഗൂതം നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ വരുന്ന നല്ല പരിവർത്തനം ഈ മകൻ്റെ സാക്ഷ്യത്തിലുടനീളം നമുക്ക് കാണുവാനാവും. ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നു, കുദാശ ജീവിതം ശക്തിപ്പെടുന്നു, വചനവായനയിലും അമ്മ മാതാവിനോടുള്ള ഭക്തിയിലും ജപമാല ചൊല്ലുന്നതിനും
സ്ഥിരതയോടും തീഷ്ണതയോടും സമയം ചിലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും മകന് സാധിക്കുന്നു. പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിലും കഴിവിനെക്കുറിച്ചും പഠിക്കുവാനുള്ളതിനെക്കുറിച്ചുമല്ല, ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് വിജയം നേടുന്നതിന് നിരന്തരം പ്രാർത്ഥനയിൽ അമ്മ മാതാവിൽ തന്നെ അടിയറവ് വെച്ച് സമർപ്പിക്കുന്ന ജീവിതത്തെയാണ് സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, മകൻ്റെ വാക്കുകളിൽ അവൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒന്ന് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് ഈ നേട്ടം, പരാജയപ്പെടുമെന്ന് കരുതിയ പരീക്ഷ നല്ല വിജയമാക്കി എനിക്ക് നേടിത്തന്നത്. രണ്ടാമത്തത്, പരിശുദ്ധമ്മ എന്നോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സംവദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ഓരോ നിമിഷവും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് സംവദിക്കുന്ന ഒരമ്മയെ ഞാൻ ആ പരീക്ഷാമുറിയിൽ കാണുകയും എന്നോട് പറയുന്നതനുസരിച്ച് ഞാൻ ആ പരീക്ഷ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. മറ്റൊന്ന്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയെ പരീക്ഷാമുറിയിൽ ഞാൻ കണ്ടുമുട്ടി. 3 മണിക്കൂറുള്ള പരീക്ഷ ഏതാണ്ട് ഇനിയും 1/4 മണിക്കൂർ മിച്ചമുള്ളപ്പോൾ എഴുതിത്തീരും വിധം അത്ര വേഗതയിൽ എന്നെക്കൊണ്ട് ആ ഉത്തരങ്ങളെല്ലാം എഴുതിക്കുവാൻ തക്ക വിധത്തിൽ എന്നെ പ്രചോദിപ്പിച്ചതും നയിച്ചതും എന്നെക്കൊണ്ട് ആ പരീക്ഷാ സമയം മുഴുവനും എഴുതിച്ചതും പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ്. വീണ്ടും മകന് ഉടമ്പടി പുതുക്കുവാനായി ലഭിച്ച 25 എന്ന ടോക്കൺ നമ്പർ, അത് മകൻ ഈ ദിവസവുമായാണ് ബന്ധിപ്പിക്കുക. സെപ്റ്റംബർ 25-ാം തീയതി നല്ലൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, അത് അവൻ്റെ വിജയമായും സാക്ഷ്യം പറയുവാനുള്ള അവസരമായും ദൈവനാമത്തെ ലോകത്തിനു മുമ്പിൽ മഹത്വപ്പെടുത്തുവാനുള്ള സാഹചര്യമായും മകൻ കാണുകയാണ്. ധൈര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി മകൻ പറയുന്നതും, അമ്മ മാതാവിൽ ശരണപ്പെടുക എത്ര ഗൗരവമുള്ള, എത്ര ഭാരപ്പെട്ട, എത്ര തവണ പരിശ്രമിച്ച ഒരു വിഷയമാണെങ്കിലും അമ്മ മാതാവ് നമുക്ക് ആദ്യ അവസരങ്ങളിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ കഴിവിനും സാധ്യതയ്ക്കും അപ്പുറം വേഗതയിൽ അത് അനുവദിച്ചു തരുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുമെന്ന്. ഇത് ഏതൊരു ഉടമ്പടി ജീവിതത്തിൻ്റെയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. മറ്റൊന്ന്, ഈ ചെറുപ്പക്കാരൻ എത്ര തൻ്റെ ഇടത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവനാമത്തെ ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഉടമ്പടിയിലൂടെ ഈ കാലത്തിന് ലഭിക്കുന്ന പുണ്യം എന്ന് പറയുന്നതും. ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ, ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നു. ഈ മകന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.